മറികടന്ന് വരുമാനം ഉണ്ടാക്കാനും ആദ്യം കണ്ട വാഹനത്തെയും സ്വപ്ന ജീവിതത്തെയും ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരെ കൈവക്കുക. ഈ പ്രതിസന്ധി എനിക്ക് മറികടക്കണം സാറേ, ഇത് സമൂഹത്തിന് മാറ്റി കൊടുക്കണം. താല്പര്യമുണ്ടോ? നല്ലൊരു കയ്യടി അടിച്ചാൽ നിങ്ങൾ വരവേൽക്കുന്നതാണ്. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച ഒരു മഹത്താവകാശനാണ് SBG ആൻഡ് ട്രിലേഴ്സ് അക്കാഡമി ഗ്ലോബൽ. നല്ലൊരു കയ്യടി കൊടുക്കുക. ഇവർ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒന്നിനാണ്, പേടിക്കണ്ട മോളെ മോനെ, ഞങ്ങൾ കൂടെ ഉണ്ട്. വരുമാനത്തിന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് നിനക്ക് വരില്ല. ഞങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ റെഡിയുണ്ടോ? സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ റെഡി. നിങ്ങൾ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ റെഡിയുണ്ടോ? ഒരു കൈ വെക്കാൻ ഞങ്ങൾ റെഡി, രണ്ടാമത്തെ കൈ വെക്കാൻ ആർ യു റെഡി? അതാണ് വേണ്ടത്. എന്നാൽ നമ്മൾ രണ്ടു കൂട്ടരും കൂടെ കൈവച്ച് പോകേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ യുഗം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് വരുമാനമാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളൊരു ജനത്തിന് ആവശ്യമുള്ള സാധനത്തെ നമുക്ക് കൊടുക്കാനായാൽ നന്നായിട്ട് പൈസ ഉണ്ടാക്കാം. പറ്റുമില്ലേ? ഇപ്പൊ ഇവിടെ ഈ നിൽക്കുന്ന പരിസര പ്രദേശത്ത് ഒറ്റ ഹോട്ടലില്ലാന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഹോട്ടലിട്ടാൽ കച്ചവടം ഉണ്ടാവില്ലേ? എന്താ കാരണം? ഇവിടെ ആവശ്യമുള്ള ഒരു വസ്തുവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞു, ഹോട്ടൽ തുടങ്ങി, അപ്പൊ കച്ചവടം ആക്കി കിട്ടി. ആണോ അല്ലേ? ഇവിടെ ഒറ്റ ഹോസ്പിറ്റലും ഇല്ല, ആദ്യം ഹോസ്പിറ്റൽ തുടങ്ങിയാൽ കച്ചവടം ഉണ്ടാവുമല്ലേ? ഇവിടെ ഒറ്റ മെഡിക്കൽ ഷോപ്പില്ല, ആദ്യമായി മെഡിക്കൽ ഷോപ്പ് തുടങ്ങി കച്ചവടം ഉണ്ടാവുമല്ലേ? അപ്പൊ ജനത്തിന് ആവശ്യമുള്ള ഒരു വസ്തു കൊടുത്താൽ എന്തുണ്ടാകും? കച്ചവടം ഉണ്ടാകും, ബിസിനസ്സും ഉണ്ടാകും. അപ്പൊ ഇന്ന് ജനത്തിന് ഏറ്റവും ആവശ്യമുള്ള രണ്ട് വസ്തു ഏതാ? ഒന്ന് ആരോഗ്യം, മറ്റേതോ വരുമാനം. ഇത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാലോ അല്ലേ? അതിനെ പറ്റിയ വഴി ഉണ്ടോ നോക്കുക. അപ്പൊ നിങ്ങൾ ജീവിതത്തിൽ ആദ്യം തിരിച്ചറിയാം, ഇന്ന് പൈസ ഉണ്ടാക്കാൻ ജോലിക്ക് മുകളിലാണ് ബിസിനസ്. ആണോ അല്ലേ? ജോലിക്കാരൻ എന്നും കൂലിക്കാരനാണ്. ആണോ അല്ലേ? ചോര നീരാക്കി 10-40 കൊല്ലം ജോലി തലങ്ങും മലങ്ങും ചെയ്തിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടോ? അത് പറയും. നിങ്ങൾ ശരിക്കും ആലോചിച്ച് വേണ്ട. നിങ്ങളുടെ നാട്ടിൽ മിനിമം ഒരു 10 കോടി തൊട്ട് 20 കോടിയുടെ അടുത്തുള്ള വീടെടുത്തവൻ ജോലിക്കാരനാണോ ബിസിനസ്സുകാരനാണോ? വേം പറയും. ആരാ? 1 കോടിയുടെ കാറ്, 50 ലക്ഷത്തിന്റെ കാറ് ഭൂമിയിലൂടെ പറക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡ്രൈവിംഗ് സീറ്റിലെ മുതലാളി ആരാ? ബിസിനസ്സുകാരനാണോ ജോലിക്കാരനാണോ? ആരാണ്? ബിസിനസ്. അല്ല PSC 1 റാങ്ക് എടുത്ത മനുഷ്യനല്ല, അല്ല MBBS 1 റാങ്ക്. ഞാൻ അത് കണ്ടിട്ടില്ല. സ്കൂളിന്റെ പടിവാതിൽ കയറിയിട്ടില്ലെങ്കിലും അവനാന്റെ പേരെഴുതാൻ അറിയില്ലെങ്കിലും ഗൾഫ് രാജ്യത്തും സ്വദേശത്തും വിദേശത്തും ബിസിനസിന്റെ സാമ്രാജ്യം പടുത്തുയർത്തിയവന്റെ കൈക്കലാണ് ജീവിതം, പൈസ. Why? That is the power of business. ജോലിക്കാരനാ വളരാത്തത്, ബിസിനസ്സുകാരനാ വളരുന്നത്. ഞാൻ ശരിക്കും ആലോചിച്ച് നോക്കുക. സ്കൂളിലെ ഇംഗ്ലീഷ് പാസ്സാകാത്തതുകൊണ്ടോ ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് തെറ്റിയതുകൊണ്ടോ പുറത്താക്കിയ പയ്യൻ അവൻ എന്ത് ചെയ്തു? എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി വിസിയും സാധനം ഒപ്പിച്ച് ലണ്ടനിൽ പോയി അമേരിക്കയിൽ പോയിട്ട് നല്ല അടിപൊളി കമ്പനിയിൽ ജോലി ചെയ്ത് ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് കോടികളെ കൊട്ടാരം ഉണ്ടാക്കിയപ്പോഴും ഇവനെ പുറത്താക്കിയ സുഗണമാസം ഉണ്ടാകും. എക്സ്ക്യൂസ് മീ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞ് 20ാമത്തെ കൊല്ലം സ്കൂളിൽ. ആണോ അല്ലേ? അയാൾ അന്നും വരുന്നത് ആ സ്കൂട്ടിയിലാണ്. ഞാൻ പരിഹസിക്കല്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു സാധനം സീനറി ഉണ്ടോ? പക്ഷെ ആ പുറത്താക്കിയ കുട്ടി, ഏത് ഇംഗ്ലീഷ് പഠിക്കായിട്ട് പുറത്താക്കിയ കുട്ടി താത്തമ്മ പറഞ്ഞ ഇംഗ്ലീഷ് ആയിട്ട് വരുന്നത് ബെൻസിലും BMW റോൾസ് റോയ്സിലുമാണ്. ആണോ അല്ലേ? ദാറ്റ് ഈസ് പവർ ഓഫ് ബിസിനസ്. അതുകൊണ്ട് ജോലി എന്ന് പറയുന്നത് എന്നും പണിക്കാരനാക്കുന്ന പരിപാടിയാണ്, പണക്കാരനാക്കുന്ന പരിപാടി ബിസിനസ്സാണ്. ഷുവർണോ? പക്ഷെ ബിസിനസ്സിന് ഒരു പ്രശ്നമുണ്ട് സാറേ. ഞാൻ ഏത് ബിസിനസ്സാ ചെയ്യാം? ഒഴിഞ്ഞ സംഖ്യ വേണം, വേണമല്ലേ? നല്ല എക്സ്പീരിയൻസ് വേണം, ആണോ അല്ലേ? പണിക്കാരെ വെക്കണം. ഇതൊക്കെയല്ലേ പ്രയാസം. ഇതൊന്നും വേണ്ടാത്തൊരു ബിസിനസ് കിട്ടിയാൽ ചെയ്യുമല്ലേ? നിങ്ങൾ 1 ഉറുപ്പ്യ ഇറക്കേണ്ട ആവശ്യമില്ല, മീൻസ് 1 ഉറുപ്പ്യ നഷ്ടം വരില്ല. പണിക്കാരെ നോക്കേണ്ട ആവശ്യമില്ല, കണക്കും എഴുത്തുകുത്തും നിങ്ങൾ നോക്കണ്ട. ബിസിനസിന്റെ വല്ല കൊട്ടാരും പണിയൊന്നും വേണ്ട. ഒരു മനസ്സും 18 വയസ്സും. എന്താ വേണ്ടത്? 1 വയസ്സും നല്ലൊരു മനസ്സും വേണം. 18 വയസ്സുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാൻ റെഡിയാണോ അല്ലേ? യെസ്, അതാണ് ഇന്നത്തെ ബിസിനസ്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. ഫ്ലിപ്കാർട്ട്, ഓയോ, ആമസോൺ, സൊമാറ്റോ, ഈ വാക്കുകളൊന്നും 10-20 കൊല്ലം മുമ്പ് അത്ര ഫേമസ് അല്ലായിരുന്നു. ഇന്ന് ഫുൾ ടൈം ഇതാണ് കച്ചവടം. ആണോ അല്ലേ? ഹോട്ടലിൽ ഏറ്റവും വലിയ ഹോട്ടൽ ഏതാണ്? സൊമാറ്റോയാണ്. ആണോ അല്ലേ? നമ്മൾ കണ്ട അങ്ങാടി, കോഴിക്കോട്ട് അങ്ങാടിയിലെ ഏറ്റവും വലിയ അങ്ങാടി ആമസോൺ എന്ന അങ്ങാടിയാണ്. അതിന്റെ അത്ര ഉൾക്കൊണ്ടോ കോഴിക്കോട്ട് അങ്ങാടി? ഇല്ല. കോഴിക്കോട്ട് അങ്ങാടി രാത്രി 12 മണിക്കോ 1 മണിക്കോ കൂട്ടും. ആമസോൺ രാത്രി 1 മണിക്കോ തുറക്കുകയാണ്. ആണോ അല്ലേ?
ആപ്പില എന്ന കച്ചവടം ആണോ അല്ലേ? കൈക്കലുള്ള ആപ്പില കച്ചവടം. നിങ്ങളെ കൈക്കൽ ലോകം വെട്ടിപ്പിടിക്കാൻ ഏത് ആപ്പ് ഉണ്ട്, ആ ആപ്പുള്ളവനാ കച്ചവടം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വരുമാനം ഉണ്ടാക്കാൻ ഇന്ന് ജോലിക്കാരനേക്കാൾ എത്രയോ വലുത് ബിസിനസ്സാണ് എന്ന് നിങ്ങളോട് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പറ്റിയൊരു ബിസിനസ് രീതി, അതായത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ജോലിക്കാരൻ ബിസിനസ്സിലേക്ക് മാറാന് ഒഴിഞ്ഞ ഫണ്ടോ വലിയ ഫണ്ടോ പ്രയാസങ്ങളോ ഇല്ലാതെ ഒരു തീരുമാനത്തിന്റെ പുറത്ത് തുടങ്ങാൻ പറ്റിയ ബിസിനസിന്റെ പേരാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. നല്ലൊരു കൈഡി കൊടുക്കുക ഈ പ്രോജക്റ്റിന്. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാല്? ഇടത്തട്ടുകാരെ മാറ്റിയിട്ട് ഉൽപ്പന്നം നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സിസ്റ്റം. ഈ സ്ക്രീനിൽ നിങ്ങൾ നോക്കുക. നിങ്ങൾ ഒരു സോപ്പ് വാങ്ങിച്ചാൽ അത് ആദ്യം ഉണ്ടാക്കിയത് ഒരു മാനുഫാക്ചറർ, ആ മുകളിൽ കാണുന്ന വ്യക്തി. അവിടുന്ന് ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ വാങ്ങും, ഒരു സംസ്ഥാന അല്ലെങ്കിൽ രാജ്യാന്തര സപ്ലയർ, പിന്നെ ഒരു സോണൽ, അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെവല്, ഡിസ്ട്രിക്ട് ലെവല്, ഹോൾസെയിലർ, റീറ്റെയിലർ, ഇങ്ങനെ കുറെ ആൾക്കാർ വാങ്ങിയിട്ട് അവസാനം ഇതാണ് നിങ്ങൾ കൺസ്യൂമർ. ആണോ അല്ലേ? ഇങ്ങനെയല്ലേ നിങ്ങൾ സോപ്പും പേസ്റ്റും സാധനമൊക്കെ വാങ്ങുന്നത്? ആണോ അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഉൽപ്പന്നം മാർക്കറ്റിലേക്ക് വരുന്നത് എത്ര രൂപയ്ക്കാണ്? ഏകദേശം 40 രൂപയ്ക്ക് ഏകദേശം വരും. പക്ഷെ നിങ്ങൾ അത് വാങ്ങുന്നത് 100 രൂപയ്ക്കാണ്. അപ്പൊ എത്ര രൂപ കൂടിയിട്ടുണ്ടാവും? ഏകദേശം 60 രൂപ കൂടിയിട്ടുണ്ടാവും. പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ 100 രൂപക്ക് വാങ്ങുന്ന ഉൽപ്പന്നം ഏകദേശം 40% 40 രൂപയ്ക്കാണ് എവിടെ വരുന്നത്? ഫാക്ടറിയിൽ നിന്ന് പുറത്തു വരുന്നത്. പിന്നെ ഇടത്തട്ടുകാർ ഓരോരുത്തരും 5ഉം 10ഉം ഇത് ലാഭം എടുക്കണ്ടേ? ഈ ലാഭം മുഴുവൻ കൊടുക്കുന്ന പൈസ ആരല്ല? അല്ലെ? MRP എന്ന് പറഞ്ഞാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ്. ഈ പൈസ ആരല്ല? നമ്മളാണ് അമ്പാനിക്കും അദാനിക്കും പൈസ കൊടുക്കുന്നത്. കാരണം നമ്മളാ മുതലാളി. മനസ്സിലായോ? അതുകൊണ്ടാണ് ലോകം കണ്ടറിഞ്ഞൊരു ഇടിവെട്ട് പദം ഉണ്ടാക്കിയത്, കസ്റ്റമർ ഈസ് ദ കിങ്. യഥാർത്ഥ മുതലാളി ആരാണ്? കസ്റ്റമറാണ്. നമ്മളെ സുഖിപ്പിക്കാനിട്ടതാണ്, എന്നാലും നമ്മൾ പൈസ കൊടുക്കുള്ളൂ. ഇതിനാട്ടോ കസ്റ്റമർ ഈസ് ദ കിങ് പറഞ്ഞാൽ നമുക്ക് തോന്നില്ല നമ്മൾ ഭയങ്കര കിങ് ആണെന്ന്. ഒരു കിങ്ങും അല്ല, നമ്മളത് കടം വാങ്ങിയ പൈസ. സീരിയസ്ലി നിങ്ങൾ പറയണത്, ഇടത്തട്ടുകാര് പൈസ ഉണ്ടാക്കുന്നു, നമ്മുടെ പൈസ എടുത്തിട്ട്. ക്ലിയർ ആണോ അല്ലേ? ഇതാണ് ട്രഡീഷണൽ ബിസിനസ്. എന്താണ് ഡയറക്റ്റ് സെല്ലിങ്? ഈ ഇടത്തട്ടുകാരെ മുഴുവൻ മാറ്റുക. കണ്ടില്ല ഈ ഇത് ചെയ്തിട്ടുള്ളത്? ഈ ടിക്ക് ചെയ്ത ഭാഗം മുഴുവൻ മാറ്റിയിട്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നം ആർക്ക് കിട്ടും? കസ്റ്റമർ ആകുന്ന കിട്ടും. അപ്പൊ എത്ര രൂപ കിട്ടും? 40 രൂപക്ക്. ഈ സാധനം 100 രൂപയ്ക്ക് വിറ്റാൽ എത്ര രൂപ കിട്ടും? 60% കിട്ടും. ഐഡിയ മനസ്സിലായോ? ഈ ടെക്നിക്സിനെ എന്ത് വിളിക്കും? ഇടത്തട്ടുകാരെ മാറ്റിയിട്ട് ഉൽപ്പന്നം നേരിട്ട് നിങ്ങളിലേക്ക് എത്തും. അതിന്റെ ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾ ആ ജനത്തിന് കൊടുക്കുന്നത്. ആ പണി ചെയ്യുന്ന പരിപാടിയുടെ പേര് എന്ത് വിളിക്കും? ഡയറക്റ്റ് സെല്ലിംഗ്. നല്ലൊരു കൈയടിച്ചു പാസ്സാക്കാം. ആ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ ശരിക്കും ചിന്തിക്കുക, നാട്ടുകാരെ പറച്ചിൽ കാത്തു നിൽക്കല്ലേ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമ്മളെ മെയിൻ ആയിട്ട് നോക്കണം, നാട്ടുകാരെ പറച്ചിൽ കാത്തു നിൽക്കരുത്. കാര്യം എന്താ? നാട്ടുകാർ പലതും പറയും, പക്ഷെ ലോകത്തെ എപ്പോഴും വിപ്ലവം തീർത്ത ആൾക്കാരുടെ വാക്ക് എന്താന്ന് നോക്കണം. മിസ്റ്റർ അമിതാഭ് കാന്ത് IAS പോലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നീതി ആയോഗിന്റെ ചെയർമാൻ, അതേപോലെ തന്നെ ബ്രൈൻ ട്രേസിയെ പോലെയുള്ള, ബിൽഗേറ്റ്സിനെ പോലെയുള്ള, ലെസ് ബ്രൗണിനെ പോലെയുള്ള, റിച്ചാർഡ് ബ്രാൻസനെ പോലെയുള്ള, വാരൻ ബഫറ്റിനെ പോലെയുള്ള, അതേപോലെ തന്നെ നമ്മളെ കെവിയെ പോലെയുള്ള, ഇങ്ങനെ 100 കണക്കിന് ലോകം കണ്ട സയന്റിഫിക് പാനലാ പറയുന്നത്, ഇനി അങ്ങോട്ട് ലോകത്തിന്റെ നെറുകയിൽ വിരാജിക്കുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റിന്റെ പേര് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. നിങ്ങൾ ഇവരെ പേര് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ ഒന്നും ചോദിക്കില്ല. അസീസാർ അങ്ങോട്ട് പേര് ഞങ്ങൾ അടുത്ത പണി തുടങ്ങട്ടെ എന്ന് പറയും. കാര്യം എന്താ അറിയോ? ഈ നിൽക്കുന്ന ആൾക്കാരാരും നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ഇത് ലോകത്തിന്റെ നെറുകയിൽ ബിസിനസിന്റെ പന്താടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രൊഫസേഴ്സും മൾട്ടി ബില്യനേഴ്സുമാണ്. ദാറ്റ് ഈസ് ഞാൻ പറയണത്. നാട്ടുകാരെ കേട്ടാലുള്ള പ്രശ്നം എന്താ അറിയോ? നാട്ടുകാരെ അങ്ങനെയല്ല പറഞ്ഞത്. എന്റെ ചെറിയച്ഛനൊന്നും അങ്ങനെയല്ല പറഞ്ഞത്, എന്റെ വലിയച്ഛൻ അങ്ങനെയല്ല പറഞ്ഞത്, എന്റെ നാട്ടിലെ റിട്ടയർഡ് മാഷി ഇങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ അത് കേട്ട് നടന്നോളി. അവർ ഇത് കണ്ടിട്ടില്ല. ഇത് കണ്ടാൽ ഇതിനെക്കാട്ടും വലുത് അവർ പറയും. കേൾക്കാത്തോണ്ടാണ് സാധുക്കൾ. അതുകൊണ്ടാണ് സീരിയസ്ലി പറയുന്നത്, ദിസ് വെരി പവർഫുൾ പ്രൊജക്ട്. വാരൻ ബഫറ്റ് ആരാണ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇനി ഇതുപോലെയുള്ള 3 കമ്പനികളുടെ മുതലാളിയാണ്. അതേപോലെ തന്നെ സ്റ്റീഫൻ ആർ കെവി ഈ ബിസിനസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ റിച്ചാർഡ് ബ്രാൻസൺ പറയുന്നുണ്ട്. അമിതാഭ് കാന്ത് IAS എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കില്ലാടി, നീതി ആയോഗിന്റെ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ പദവിയിൽ ഇരുന്ന വ്യക്തിയാണ് പറയണത്, ഇനി ഇന്ത്യ വളരണമെങ്കിൽ മാനുഫാക്ചറിംഗ് രക്ഷപ്പെടണം, അതേപോലെ തന്നെ ഇന്ത്യയിലെ ജോബ് സെക്ടർ രക്ഷപ്പെടണം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ദാറ്റ് ഈസ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. മിസ്റ്റർ അമിതാഭ് കാന്ത് പറഞ്ഞു, ഇന്ത്യൻ ഗവൺമെന്റ് ശരി വെച്ച് കഴിഞ്ഞു, നമ്മൾ ആരെയാ കാത്തു നിൽക്കുന്നത്? അതുകൊണ്ട് സീരിയസ്ലി ഇന്ന് ആ പ്രൊജക്ട് വെരി സീരിയസ് ആയിട്ട് മുന്നോട്ട് പോവാണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇന്ത്യയുടെ ബിസിനസ് ഇന്ന് എവിടേക്ക് പോകുന്നു തീരുമാനിക്കുന്ന ടീമാണ്. അവർ പറയുന്നത് 65,000 കോടിയിലേക്ക് 2025 ബിസിനസ് പോകും. എത്ര കോടിയിലേക്ക്? 65,000 കോടി. എത്ര ശതമാനം തിരിച്ചു തരും? 60%. 65,000 കോടി 60% എത്രയാ?
43,000 കോടിയുടെ അടുത്ത് ആണോ അല്ലേ? ഈ 43,000 കോടി പൈസ നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇന്ത്യയിൽ ചെയ്യണ കുട്ടിയാക്കി 2025 ഗവൺമെന്റ് കൊടുക്കും. നിങ്ങൾക്ക് വേണോ വേണ്ടേ? നിങ്ങൾ ചെയ്തോ ചെയ്തില്ലേ? നിങ്ങൾ ക്ലാസ് കേട്ടോ കേട്ടില്ലേ? അസീസർ പറഞ്ഞത് നിങ്ങൾ എന്തോ കേൾക്കാഞ്ഞത്? അയാളുടെ എന്താ പറയാ നാട്ടിലല്ലേ? അതൊന്നും ചോദ്യമല്ല. പഞ്ചായത്താണോ? അതൊന്നും ചോദ്യമല്ല. 65,000 കോടിയുടെ ബിസിനസിന്റെ ടേൺ ഓവർ 2025 കവർ ചെയ്യുമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഗവൺമെന്റ് ഭാഗത്തിലെ ഒതന്റിക്കായി റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മളുടെ ചോദ്യവും അന്വേഷണത്തിനും അർത്ഥമില്ല. ചെയ്താൽ 43,000 കോടി ഉറുപ്പിക ഇന്ത്യയിൽ സപ്ലൈ ചെയ്യപ്പെടുന്ന സമയത്ത് അതിൽ 1 കോടിയെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ചെയ്താൽ ആണോ വേണ്ട നിങ്ങൾ ചിന്തിക്കുക. ഒന്നല്ല, ചിലപ്പോൾ 100 കോടി കിട്ടും. നിങ്ങളെ ഇഷ്ടം. എന്തായാലും ശരി, ബിസിനസ് ഇന്ന് അതിശീഘ്രം മുന്നോട്ട് പോകാണ്. 998 തൊട്ട് ഈ ബിസിനസ് സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. 2013 തൊട്ട് വലിയ ചലനങ്ങൾ ഇങ്ങനെ മേലോട്ട് തുടങ്ങി. അതുവരെ ഭൂമിയിൽ ഇങ്ങനെ പതിഞ്ഞ് സഞ്ചരിച്ചതാണ്. 2024 തൊട്ട് ഗ്രാഫ് പൊന്തി 25 ഗ്രാഫ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. 80,000 കോടിയിലേക്ക് 2026-27 എത്തുമെന്ന് കണക്ക് കാണിക്കുന്നു. ഈ ഗ്രാഫാണ് ഒരു വലിയ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് നമ്മളെ കൂടെ ജോയിൻ ചെയ്തത്. കാരണം ഇതിന്റെ വളർച്ച മേലക്ക അതുവരെ ഉണ്ടായി. 992 തൊട്ട് കേരളത്തിന് ഇന്ത്യയിൽ ഈ സാധനം ഉണ്ട്. പക്ഷെ ഗവൺമെന്റ് അംഗീകരിക്കാത്തതുകൊണ്ടും അതേപോലെ തന്നെ ഒരുപാട് മണി ചെയിൻ തട്ടിപ്പുകാർ ഭൂമിയിൽ ഉണ്ടായതുകൊണ്ടും കള്ളന്മാര് വിരാജിച്ചുകൊണ്ട് ഇങ്ങനെ ഭൂമിയിൽ കൂടി ഇങ്ങനെ പോകരുത്. പക്ഷെ 13 കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്തു, ബില്ല് പാസ്സാക്കി, ഒന്ന് പൊന്താൻ തുടങ്ങി. 18-19 കാലത്ത് കേരള സർക്കാർ ഏറ്റെടുത്തു, ബില്ല് പാസ്സാക്കി. 2025 മുഖ്യമന്ത്രി ഇപ്പോ പിണറായി വിജയൻ സാർ അടങ്ങുന്ന മന്ത്രിസഭയുടെ ബെഞ്ച് ഇത് വലിയ ധീരോദത്തമായ രൂപത്തിലേക്ക് പൊക്കി. ഇന്ന് ഗവൺമെന്റ് സെക്ടർ സപ്പോർട്ട് ചെയ്യുന്ന വലിയ പ്രൊജക്റ്റായി മാറി. അവനെ സീരിയസ്ലി പറയാൻ ചെറുതല്ല. ഗവൺമെന്റ് ട്യൂബ് പോലെ തന്നെ അതിനേക്കാൾ മെച്ചമുള്ള പരിപാടിയാണ്. സോ സീരിയസ്ലി ആയിഷുക ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വെച്ച് കേന്ദ്ര സർക്കാരിന്റെ ബില്ലിൽ നിന്ന് അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന കേന്ദ്ര മന്ത്രിയുടെ സ്പീച്ചാണ് IDSA നടന്ന. അതേപോലെ തന്നെ അതിന്റെ പ്രൊജക്ടുമായി വന്ന് 2019 രാംവിലാസ് പാസ്വാൻ എന്ന് പറയുന്ന മന്ത്രിസഭയിൽ നിന്നാണ് ഇത് ഔദ്യോഗികമായി രൂപകൽപ്പന ചെയ്യപ്പെട്ടത്. ഇന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ താരരാജാവിനെ പോലെ വിളങ്ങി നിൽക്കുന്ന നമ്പർ 1 കമ്പനി MI ലൈഫ് സ്റ്റൈൽ. ഇതെന്തിനാ പറഞ്ഞത്? സാറേ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ടോപ്പ് സമ്മതിച്ചു. ഏത് കമ്പനി ചെയ്യണം? അതിന്റെ ഉത്തരമാണ് മൈലേജ് ചെയ്യണം. എന്താ മൈലേജ് ചെയ്യാനുള്ള കാരണം? അതാണ് ഇവർ പറഞ്ഞ പ്രൊഡക്ഷൻ റിസൾട്ട് ഒക്കെ പറഞ്ഞു. ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റും ഫാസ്റ്റസ്റ്റുമായ കമ്പനിയാണ്. ഏറ്റവും വലിയ ഇന്ത്യയിലെ കമ്പനി, ഏറ്റവും വേഗതയേറിയ കമ്പനി. എന്താ ഈ വേഗതയേറിയ എന്ന് പറയാൻ കാര്യം? നിങ്ങളുടെ ഇപ്പത്തെ 40-ാം വയസ്സിൽ ഈ മൈലൈഫിൽ വന്നിട്ട് നിങ്ങൾ 70-ാം വയസ്സിൽ ജയിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഉണ്ടോ? നിങ്ങൾ വന്നത് 40-ാം വയസ്സിൽ, നിങ്ങൾ ജയിക്കുന്നത് 70-ാം വയസ്സിൽ. 30 കൊല്ലം ഉള്ളിത്തള്ളാൻ അവിടെ നേരം ചെയ്യുന്നത് സ്പീഡ് കിട്ടണം, ആണല്ലേ? അപ്പൊ ഇന്ന് ഏറ്റവും വേഗതയേറിയ സക്സസ് ഉണ്ടാക്കിയ കമ്പനിയുടെ പേരാണ് MI ലൈഫ് എന്ന് പറയുന്ന കമ്പനി. അതിന്റെ കാരണമുണ്ട്, അടിപൊളി പ്രൊഡക്ട്സുകളാണ്, ടോപ്പ് മാനേജ്മെന്റ്, ഹൈ ടോപ്പ് മാനേജ്മെന്റ്. എന്നെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് അസീസ്ക പറഞ്ഞു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് അംഗമാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ആയത് 2025 ഞാൻ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ആയത്. വലിയ റാങ്കുകളും അച്ചീവ്മെന്റ് നേടിയപ്പോൾ കമ്പനി അതിലേക്ക് എന്നെ റാങ്ക് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നതാണ്. അല്ലാതെ ഞാൻ കമ്പനിന്റെ ആളൊന്നുമില്ല, ഞാൻ എന്റെ വേറെ കാരണം. അപ്പൊ ഞാൻ സീരിയസ്ലി നിങ്ങളോട് പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട് ഞാൻ മുംബൈയില് വലിയൊരു ഫംഗ്ഷന് പോയിരുന്നു. കണ്ണ് തള്ളി മക്കള്. സീരിയസ്ലി പറയാം, 10-25ഓളം വരുന്ന എണ്ണം പറഞ്ഞ ഇന്ത്യയുടെ സയന്റിസ്റ്റ്, അത്രയും ടോപ്പ് സയന്റിസ്റ്റിനെ നമുക്ക് തൊടാൻ പോലും കിട്ടൂല. ഈ അവിടെ വന്നിരിക്കുന്ന ഡോക്ടർ DB അനന്തനാരായണ പോലെയുള്ള എണ്ണം പറഞ്ഞ ലോകത്തിലെ സയന്റിസ്റ്റിന്റെ മുന്നിൽ ഒരു ക്ലാസ്സിന് വേണ്ടി ഡോക്ടർമാർക്ക് പോലും ചോദിച്ചാൽ കിട്ടൂല. ആ ടീമാണ് നമ്മുടെ ടീമിന്റെ ഉൽപ്പന്നം ഉണ്ടാക്കുന്നത്. ഡോക്ടർ DB അനന്തനാരായണൻ വലിയ സാധനങ്ങളാണ്. ഡോക്ടർ KK രാജേഷിനെ പോലെയുള്ള, അതേപോലെ തന്നെ സത്യലാൽ പാട്ടീലിനെ പോലെയുള്ള ഒട്ടനവധി ആളുകൾ, എണ്ണം പറഞ്ഞ സയന്റിസ്റ്റ് നിരന്ന് നിൽക്കുക. കമ്പനിയുടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 1.25 ലക്ഷം കോടിയുടെ അസറ്റുള്ള ടീമാണ്. ₹1 നമ്മളേക്കൊന്ന് വേണ്ട. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗിന്റെ ഏറ്റവും വലിയ തമ്പുരാക്കന്മാരാണ് മാർവാടി സ്കീമിലൊക്കെ പെടുന്നത്. നിങ്ങൾ അത്രയും വലിയ ടീംസാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അച്ചീവ്മെന്റിന്റെ കാര്യം ഞാൻ പറയാണ്ടിരിക്കുന്നത്, കാരണം നിങ്ങൾക്ക് വിശ്വാസം ആകാത്തതുകൊണ്ട് ഞാൻ പറയില്ല. അത് നിങ്ങൾ കണ്ട് വിശ്വസിക്കും. കാരണം ഇവിടെ നിന്ന് എന്ത് പറഞ്ഞാലും നമുക്ക് അങ്ങനെയൊക്കെ പറ്റുമോ എന്ന് ചോദിക്കും. എഴുത്തുകുത്ത് വായന അറിയാത്ത സാധാ ചേച്ചിമാർ ഈ കമ്പനിയിൽ നിന്ന് മാസം 40 ലക്ഷം 50 ലക്ഷം വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിൽ നല്ല പഠിപ്പുള്ള ഓർക്ക് വേറെ 50,000 കിട്ടുന്നുള്ളൂ. എഴുത്തുകുത്ത് വായന അറിയാത്ത ചേച്ചിക്ക് 50 ലക്ഷം കൊടുക്കുന്ന കമ്പനിയാണ്. താങ്ങാൻ പറ്റില്ല. അവിടെ ഞാൻ പറയുന്നത്, അതുങ്ങൾ വന്നിട്ട് കാണും.
കുഗ്രാമത്തിൽ നിന്ന് ഉത്തർപ്രദേശിൽ നിന്ന് വന്നുകൊണ്ട് ഇന്ന് അന്തേരി മുംബൈയിൽ ഷാരൂഖ് ഖാന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള പരിസര പ്രദേശത്ത് 28 കോടിയുടെ ഫ്ലാറ്റില് അല്ലെങ്കിൽ കൊട്ടാരത്തിൽ അധിവസിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു മാസം 1 കോടി വാങ്ങുന്ന ആൾക്കാർ ഈ കമ്പനിയിലുണ്ട്. ആള് എന്റെ വീട്ടിൽ മിഞ്ഞാന്ന് വന്ന വീഡിയോ വൈറലായിരുന്നു. ഇവിടെ കുറെ ആൾക്കാരെ കണ്ടു. ആ വീഡിയോ കണ്ട ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, അവർക്ക് ആടി അറിയാം, ആ വരുമാനം ഇതിൽ കണ്ടതാണ്. നിങ്ങൾ ഞാൻ തമാശ പറയല്ല, ഏത് സാധാരണക്കാരനും അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ കമ്പനിയാണ്. ഒരു കമ്പനി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നിർബന്ധമായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ നടന്ന കമ്പനിയാണോ, ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻ ഉണ്ടോ, ഉൽപ്പന്നങ്ങൾ റീപർച്ചേസിംഗ് നടത്താൻ പറ്റിയതാണോ, ഓരോ ഉൽപ്പന്നത്തിന്റെയും ടെസ്റ്റഡ് ക്വാളിറ്റി ആണോ, അതായത് ഈ ഉൽപ്പന്നം 100% സയന്റിഫിക് ആണോ, മനുഷ്യന് ഒരു ദോഷവും ചെയ്യാത്ത 100% പവിത്രമായതാണോ, സ്വന്തമായി ഓഫീസ് ഉണ്ടോ, ലീഡർമാരെ സപ്പോർട്ട് ഉണ്ടോ, അതേപോലെ തന്നെ ഒരു കംപ്ലൈന്റ് ഇന്നവരെ ആ ഉൽപ്പന്നത്തിനെതിരെ വന്നിട്ടുണ്ടോ, ഇതൊക്കെ നോക്കിയാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാ ലീഡർമാരെ സപ്പോർട്ടുള്ള ഫിസിക്കൽ ഓഫീസ്. എന്താ ഫിസിക്കൽ ഓഫീസ്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിച്ചു ഞങ്ങൾ ഓഫീസ് വേണ്ടേ? മറ്റേത് പറയുന്നത് ഞങ്ങൾ ഓഫീസ് അങ്ങനെ അമേരിക്കയിലാണ്, റഷ്യയില് പറമ്പിലാന്ന് പറഞ്ഞപ്പോഴാണ് റഷ്യക്ക് അമേരിക്കയും പോണത്. അങ്ങനെയല്ല, കോഴിക്കോട്ടങ്ങാടിൽ ഇപ്പഴ മൂലൊക്കെ ഉണ്ടെന്ന് പറയാനൊരു ഓഫീസ് വേണം. അപ്പോഴല്ലേ നമുക്ക് ചോദിച്ചു ചെല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ ഫിസിക്കൽ ഓഫീസും ലീഡർഷിപ്പ് സപ്പോർട്ടുള്ള നമ്പർ 1 കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്നത്. ആ കമ്പനിയിലെ തന്നെ ഏറ്റവും ടോപ്പ് ലീഡർമാരെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന ടീമിന്റെ പേരാണ് ട്രില്യനേഴ്സ് അക്കാഡമി ഗ്ലോബൽ എന്നൊരു മഹത്തായ ടീമിലാണ് നിങ്ങളൊക്കെ വന്നിരിക്കുന്നത്. സോ ഈ വിശ്വാസം വെച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, ഒരു തീരുമാനം നിങ്ങൾ റെഡിയെങ്കിൽ ലൈഫിന്റെ പിക്ചർ മാറ്റുന്നതാണ്. സോ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, നിങ്ങൾ ഇന്ന് വലിയൊരു ടീമിന്റെ പാർട്ടാണ്. നിങ്ങൾ ഇന്ന് മൈ ലൈഫ് സ്റ്റൈൽ മാത്രമല്ല ചെയ്യുന്നത്, വെൽനസ് റെവല്യൂഷൻ ചെയ്യാൻ പോവാണ്. എന്താ വെൽനസ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാല്, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ രോഗിയായിക്കൊണ്ടിരിക്കുകയാണ്, ആണോ അല്ലേ? ഇവിടെ എന്തോ ഒരു VRH എന്താണ്, ഒരു ക്യാൻസർ സെന്റർ എന്താണ് ഇത് വർക്ക് ചെയ്തു എന്നൊക്കെ ചേച്ചി എപ്പോഴും പറഞ്ഞാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പണ്ട് കാലത്ത് ഈ അസുഖം കിട്ടാൻ അസുഖമായിരുന്നു, ആണോ അല്ലേ? ഒരു പഞ്ചായത്തിൽ ഒരാൾക്കും. ഇപ്പൊ അങ്ങനെയല്ല, ചേച്ചിക്കും ടേറ്റനും വലിയപ്പാക്കും ചെറിയച്ഛനും ഒരു 10 ആളൊക്കെ ഉണ്ടാവും ഒരു പഞ്ചായത്തും ഒക്കെ, ആണോ അല്ലേ? ഇതൊരു സിമ്പിൾ കേസായിട്ടാണ് ജനം പറയണത്. അസുഖം ഭീകരമല്ലാത്തോണ്ടല്ല, ഭീകരതയും മനുഷ്യരിൽ ഒരു സിമ്പിളായി തോന്നിക്കുക, ആണോ അല്ലേ? ആ ലെവലിലുള്ള അസുഖം എന്തുകൊണ്ടാണ് പ്രബന്ധ ബന്ധിച്ചത്? ഞാൻ ശരിക്കും ആലോചിച്ചോക്കെ, ഇന്നലെ നമ്മുടെ ഏറ്റവും നല്ല ചൂടിൽ കാച്ചിയ വെള്ളം അങ്ങനെ കഴിക്കുന്നു, മറ്റേത് ഇങ്ങനെ കഴിക്കുന്നു, എല്ലാം മലിനമായത്. ശരിക്കും പാക്കറ്റ് ഫുഡുകൾ, മാരകമായ വിഷാംശമുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നത്, ആണോ അല്ലേ? ഇതൊക്കെ മാറ്റാൻ നമുക്ക് പറ്റുമോ? അസുഖത്തിന്റെ പിടിയിലാണ് ലോകം നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ കൊറോണ കൊന്നൊടുക്കിയ രാജ്യങ്ങളിൽ അമേരിക്കയുണ്ട്, ചൈനയുണ്ട്, ജപ്പാനുണ്ട്, ജർമ്മനിയുണ്ട്, ആണോ അല്ലേ? ഏറ്റവും വലിയ ഡോക്ടർമാരുള്ള നഗരം ഈ സ്ഥലമാണ്. ആലോചിക്കുക. അതുകൊണ്ട് അലോപ്പതിക്കൽ സയൻസ് തോറ്റെടുത്താണ് ആയുർവേദം ജന്മം കൊള്ളുന്നത്. നൂറ്റാണ്ടുകളായി 10,000-കണക്കിന് വർഷമായിട്ട് ലോകത്ത് ആരോഗ്യത്തിന്റെ വിധാനം പാടിയ ഏറ്റവും വലിയ സമ്പ്രദായം ഏതാണ്? ആയുർവേദമാണ്. മടങ്ങുക ആയുർവേദത്തിലേക്ക്. സ്വർണം. സോ ഈ ആയുർവേദത്തിന്റെ മഹാ സിദ്ധാന്തമാണ് വെൽനസ് പറയുന്നത്. വെൽനസ് എന്ന് പറഞ്ഞാൽ രോഗം വരാതെ നോക്കുക. ഇവിടെ നിങ്ങൾ പരിചയപ്പെടുത്തിയ ഒറ്റ ഉൽപ്പന്നവും മരുന്നല്ല, ഒക്കെ പ്രൊഡക്ട്സ് ആണ് നിങ്ങളുടെ ബോഡിയെ സർവീസ് ചെയ്യാനുള്ളത്. ഇന്ന് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും വരാൻ പോകുന്ന ഏറ്റവും വലിയ കോടിപതി വെൽനസ്സിലാണെന്ന് രത്തൻ ടാറ്റയെ പോലെ ആൾക്കാർ പറഞ്ഞു. അതേ ഇന്ന് ഭൂമിയിലില്ല. ടാറ്റയുടെ മുതലാളിമാര് പറഞ്ഞു ഏറ്റവും വലിയ സാധനം വെൽനസ് ആണ്. ആരോഗ്യത്തെ ബേസ് ചെയ്ത ഉൽപ്പന്നങ്ങളും ബിസിനസ്സുമാണ് ഏറ്റവും സാധ്യത. അവർ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. എന്നാലും നമ്മൾ പറയും എനിക്കതിനൊന്നും നേരല്ല, ഒരു ചായക്കട നടത്താണ്ട്, എന്റെ ചേട്ടായിക്ക് PSC എന്തോ ഒരു പേര് കിട്ടിക്കണല്ലോ, നമ്മൾ അവിടുത്തെ വീണ്ടും നമ്മളിത് പഠിച്ചു കഴിഞ്ഞു. എങ്ങനെ ഏത് കോഴ്സിന് പോകുമ്പോഴും നമ്മളെ മൈൻഡ് സെറ്റ് എങ്ങനെയാ? നന്നായി പഠിക്കൂ, നല്ല ജോലി ചെയ്യൂ, ആണോ അല്ലേ? അപ്പൊ നമ്മളെ ബ്രെയിൻ എന്താണ്? ജോലി 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 ജോലി. കല്യാണം വന്നാൽ അപ്പൊ ചോദിക്കും മോൻക്ക് എന്താ ജോലി? ജോലിന്ന് ചോദിക്കുള്ളൂ. മോൻക്ക് എന്താ ബിസിനസ് എന്ന് ചോദിക്കൂല. കാരണം എന്താ? നമ്മുടെ ബ്രെയിൻ ജോലിയിൽ സെറ്റാണ്. എത്ര കാലം ജോലി ചെയ്യും? നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്. ഒരു ജസ്റ്റ് ഒന്ന് ബൈക്ക് സ്കിഡായാൽ ജോലി അവസാനിച്ചു, ആണല്ലേ? മന്ത്ലി ഇൻകം 10 ലക്ഷം വാങ്ങുന്ന ഡോക്ടർ, നല്ല ഓപ്പറേഷൻ നടത്തുന്ന മനുഷ്യനാണെന്ന് വിചാരിക്കുക. അദ്ദേഹം മാർക്ക് ഓപ്പറേഷനിലെ സ്പെഷ്യലിസ്റ്റ് ആണ്. പക്ഷെ കരിക്ക് കുടിക്കാൻ കയറിയ സമയത്ത് ബാത്റൂമിൽ തലടിച്ചു വീണു. അയാൾക്ക് പിന്നെന്തില്ല, കൈ അനങ്ങുന്നില്ല. അതോടുകൂടി അദ്ദേഹത്തിന്റെ വരുമാനം നിലച്ചോയില്ലേ? അത് നേരെ ബിസിനസ്മാൻ ആണെങ്കിലും. യൂസുഫ് അലി ഹെലികോപ്റ്റർ തകർന്നിട്ടാണ് കരുതിയില്ലേ കുറെ കാലം? ഒരുപാട് കൂട്ടിയോ? ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യമുള്ള മനുഷ്യനാണ് റിലയൻസ് അംബാനി, ആണോ അല്ലേ? അതിന്റെ മുതലാളി ആരാ? റിലയൻസിന്റെ മുതലാളി ആരാ? റിലയൻസിന്റെ മുതലാളി ആരാ മക്കളെ? ജിയോ റിലയൻസ് ഒന്നും കേട്ടില്ല?
ഞാൻ ആരോടായി ചോദിക്കുന്നത് ഒന്നും അറിയില്ലേ? അംബാനി ആണോ അല്ലേ? യഥാർത്ഥ മുതലാളി ആരാ? ധീരുഭായ് അംബാനി. അതിന്റെ മക്കളാണ് ആര്? മുകേഷ് അംബാനിയും അനിൽ അംബാനി ആണോ അല്ലേ? യഥാർത്ഥ മുതലാളി ഭൂമിയിലുണ്ടാ? ധീരുഭായ് മരിച്ചിട്ട് എത്ര കൊല്ലായി? ബിസിനസ് നടക്കുന്നുണ്ടാവില്ലേ? മക്കൾക്ക് പൈസ കിട്ടുന്നുണ്ടാവില്ലേ? ഇത് ഡോക്ടർ മരിച്ചാൽ കിട്ടുമോ? എഞ്ചിനീയർ മരിച്ചാൽ കിട്ടുമോ? കലക്ടർ മരിച്ചാൽ കിട്ടുമോ? കിട്ടുന്നു. അതാ ബിസിനസ്സും ജോലിയുള്ള വ്യത്യാസം. ജോലിക്കാരൻ പോയാൽ എല്ലാതും സ്വഹ സ്വഹ. ബിസിനസ്സുകാരൻ പോയാലും ആ സാമ്രാജ്യം ഉണ്ടെങ്കിൽ പൈസ വരും. മനസ്സിലായോ? നിലനിൽപ്പ് ജോലിയല്ല, ബിസിനസ്സാ. പക്ഷെ ബിസിനസ് സിസ്റ്റമൈസ് ചെയ്യപ്പെടണം, ഒപ്റ്റിമൈസ് ചെയ്യപ്പെടണം. വലിയ അനന്ത ദുരന്തങ്ങളാണ് വരുന്നത്. 1.5 ലക്ഷം പേർ ആളുകൾക്ക് അർബുദം വരുന്നു, ക്യാൻസറുകൾ പടർന്നു പന്തലിക്കുന്നു, 50 കോടി ജനങ്ങൾ ഹൃദ്രോഗികൾ. എവിടെയാണ് ഇന്ന് നമ്മുടെ ഹാർട്ട് പ്രശ്നങ്ങൾ കേൾക്കാത്തത്? രാത്രി സുന്ദരമായിട്ട് കടന്നുറങ്ങി, രാവിലെ നീറ്റില്ല. കേട്ടുക്കണോ കേസ്? അല്ലേ? പള്ളർച്ചപ്പെട്ടിരുന്നില്ലേ? പക്ഷെ നമ്മളൊരു കാര്യം പറയും, സാറേ നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു, ഇന്നേക്കാൾ എന്തായിരുന്നു, സ്ലിം ആയിരുന്നു, ഒരു വേണ്ട ഭക്ഷണം കഴിക്കൂല, നല്ല ഹെൽത്ത് കോൺഷ്യസ് ആണ്, രാവിലെ ഒക്കെ നടക്കലുണ്ട്, ഇങ്ങോട്ടും ശരീരം അറ്റാക്ക് വന്നു. ഉണ്ടോ ഇല്ലേ? നമ്മള് പഞ്ചറാണ് മക്കളെ, ആണോ ഇല്ലേ? നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ പൈസ നിങ്ങൾ ഒതുക്കി വെച്ചിട്ട് എന്തിന്? ആർക്ക് വേണ്ടി? നിങ്ങളുടെ അനന്തരാവകാശം എന്ന് പറയുന്ന വീടും പറമ്പും നിങ്ങൾക്കല്ലെങ്കിൽ പിന്നെ എന്തിന്? ആ വീടും പറമ്പും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് ആസ്വദിക്കാൻ താല്പര്യമുണ്ടോ? ഉള്ള സമ്പത്ത് വിറ്റിട്ട് ആരോഗ്യത്തെ നോക്കി ഇപ്പോ എന്നാ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മുതൽ വീണ്ടും അനുഭവിക്കാം. ഇല്ലേ? അത് മക്കൾ തല്ലുകൊണ്ടോ മുതലാവും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ബി വെരി കോൺഷ്യസ്. നമ്മുടെ കയ്യിലുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും ടോപ്പ് ഉൽപ്പന്നങ്ങളാണ്. ഇത് മുഴുവൻ ആയുർവേദിക് ഉൽപ്പന്നം. നല്ലൊരു കൈയടി കൊടുക്കുക നമ്മുടെ ഉൽപ്പന്നത്തിന്. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് 2018, 19, 24 വരെ ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ്, ഇന്ത്യയുടെ ഏറ്റവും നല്ല അവാർഡ് വാങ്ങിച്ച ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്ന് 91,000 കോടിയിലേക്ക് ഡയറക്ടേഴ്സിൽ നമ്മുടെ ആയുർവേദം പറക്കുകയാണ്. അത്രയും സാധ്യത ആയുർവേദത്തിനുണ്ട് എന്നതാണ് ഉൽപ്പന്നത്തിന്റെ പിറകിലുള്ളത്. നമ്മളുടെ ഡോക്ടർ DBA പോലെയുള്ള, KC ഗൗതനെ പോലെയുള്ള, KK രാജനേഷ് പോലെ എണ്ണം പറഞ്ഞ 4-5 സയന്റിസ്റ്റ് ആണ്. ഇവര് സിപ്ല പോലെയുള്ള, ഫൈസർ പോലെയുള്ള, ഡാബർ പോലെയുള്ള വലിയ വലിയ ഇന്ത്യ കണ്ട ആരോഗ്യത്തിന്റെ തലപ്പത്തിരുന്ന സയന്റിസ്റ്റുകളാണ്. അതേപോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിവർ പോലെയുള്ള വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനിയുടെ ഹെഡായി വർക്ക് ചെയ്ത ആളുകളാണ് ഇന്ന് എല്ലാം വിട്ടെറിഞ്ഞ് മൈലൈഫിന്റെ തലപ്പത്തേക്ക് കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ കമ്പനി ഒരിക്കലും ചെറുതല്ല എന്ന് ഞങ്ങൾ വിശ്വസിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, നമ്മുടെ കയ്യിൽ കുറെ ഉൽപ്പന്നങ്ങളുണ്ട്. പൗഡറുകളുണ്ട്, ലേഹങ്ങളുണ്ട്, അതേപോലെ ക്യാപ്സൂളുകളുണ്ട്, പ്രഷർ, പ്രമേഹത്തിന്, അതേപോലെ തന്നെ കാലങ്ങളായുള്ള കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ, ഹാർട്ട് പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ബ്ലഡിന്റെ ശുദ്ധീകരണം, നെഞ്ചരിച്ചിൽ പൊളിച്ചിന്റെ അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മൂത്രകല്ലുമായി രക്തത്തിന്റെ കുറവുമായി ബന്ധപ്പെട്ട് രക്തം അശുദ്ധമായി വരുന്നത്, അതേപോലെ തന്നെ ആണുങ്ങളുടെ ലൈംഗികമായ പ്രശ്നങ്ങൾ, അതുപോലെ മക്കളില്ലാത്ത കോംപ്ലിക്കേഷൻസുകൾ, അതുപോലെ കാര്യങ്ങളായുള്ള സന്ധിവേദന, മുട്ടുവേദന, പിന്നെ വരുന്ന പ്രഷർ, രാത്രി ഉറക്കിട്ടാത്ത പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ കടുത്ത പനി, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ നാഡീഞരമ്പുള്ള വേദനകള്, അതേപോലെ തന്നെ സോപ്പ്, പേസ്റ്റ് തുടങ്ങിയുള്ള നിത്യോപയോഗ വസ്തുക്കളാകുന്ന ഒരുപാട്, ഇതൊക്കെ ആയുർവേദിക്കിൽ നല്ല റിസൾട്ട് ഉള്ള സാധനങ്ങളാണ്. ഇതിന്റെ റിസൾട്ട് കിട്ടാതെ കൈയടിച്ചാണ് റിസൾട്ട്. നിങ്ങൾ പുതിയ ആൾക്കാരെ ചോദിച്ചു നോക്കുക, അവരോട് നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്. ഒരു പേസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഈ പേസ്റ്റ് തന്നെ ഞാൻ കാണിച്ചാൽ ഇത് അതിഗംഭീര പേസ്റ്റ് ആണ്. നിങ്ങളെ വീട്ടിലെ ഒരു ദന്ത ഡോക്ടറെക്കാൾ വിലയേറിയതായി ഈ പേസ്റ്റ്. കാര്യം എന്താ? നമ്മൾ അതിരാവിലെ മാരകമായ വിഷാംശമുള്ള ക്ലോസപ്പും കോൾഗേറ്റും മറ്റേതും മറിച്ചൊക്കെ എന്ത് ചെയ്യാം ഉപയോഗിച്ച് വയറ് ചീത്തയാക്കുന്നു, ബോഡി ചീത്തയാക്കുന്നു, ആണോ അല്ലേ? ഇതിനകത്തുള്ള കെമിക്കൽ നിങ്ങൾ അതിന്റെ ബോർഡൊന്ന് നോക്കൂ. ആ പേസ്റ്റിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് മാരക വിഷാണെന്ന്. അത് ഏതുപോലെയാണെന്ന് അറിയോ? സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് എയിം ചെയ്തിരിക്കണം. സിഗരറ്റിന്റെ പെട്ടിയും ഇതിനത് നോക്കിയിട്ട് അയിമ കുത്തിയിട്ടാണ് ആര് വലിച്ചാല്. കാരണം എന്താ? ഞാൻ അതൊന്നും നോക്കൂല എന്നാണ് അല്ലെ. ഈ കുപ്പി അടിച്ചാൽ, ഈ തണ്ണി അടിച്ചാൽ എന്റെ കിഡ്നി പണയം വെക്കണം. പക്ഷെ അത് വെച്ചിട്ടാണ് ഇയാള് താമരക്കണ്ണനാവുന്നത്. ആണോ ഇല്ലേ? ആണോ ഇല്ലേ? വിവരം ജയിച്ചല്ലേ, ചെയ്യാത്തോണ്ടാണ്. അതേപോലെ ഞാൻ നിങ്ങളോട് പറയണം, സീരിയസ്ലി പറയാണ്, ഈ പേസ്റ്റ് ഒരു ഗംഭീര പേസ്റ്റ് ആണ്. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും കാലങ്ങളായുള്ള പല്ലിന്റെ പുളിച്ചിത കെട്ടലാവട്ടെ, ഒരു പൊട്ടി ചോര വരുന്നാട്ടെ, വായനാറ്റാവട്ടെ, പല്ലിന്റെ എല്ലാ കാര്യങ്ങൾക്കും പറ്റിയ കിട്ടു സാധനം റിസൾട്ട് എനിക്കൊക്കെ കൈയടിച്ചാണ്. ചില ആൾക്കാർ അതിന്റെ പേസ്റ്റ് റിസൾട്ടാണ് കിട്ടിയണോ? അടിപൊളി റിസൾട്ടാണ്. വേറെ കിട്ടിയത് കൈയൊക്കിക്കണേ വളർച്ച തന്നെയാണ് നവീന പോയി. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പ് സാധനമാണ്. നിങ്ങളോട് എന്റെ കമ്പനി പറഞ്ഞത് ഇതൊക്കെയാണ്.
കറി മസാല പൗഡറുകൾ, സാധനങ്ങൾ, എല്ലാ സാധനവും ഇതിനകത്ത് വരുന്നുണ്ട്. കൃഷിയുടെ സാധനമുണ്ട്. നമ്മുടെ അവാർഡുകളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആകെ ചെയ്യുന്ന പണി ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഉൽപ്പന്നം നമ്മൾ കണ്ടില്ല, ഉപയോഗിച്ചില്ല. കമ്പനി എന്തേ പറഞ്ഞിട്ടുള്ളൂ, ലെക്സ് കൊണ്ട് കുളിച്ചോ, നിങ്ങൾ ഇനി ലെക്സ് മാറ്റിക്കോ, ഏതുകൊണ്ട് കുളിച്ചോ, നീം സോപ്പ് കൊണ്ട് കുളിച്ചോ. എന്തായാലും മലയാളി 2 നേരം കുളിക്കൂലേ. ഈ സോപ്പായിട്ട് മാറ്റിയാൽ എന്തായി, പൈസ നമുക്കായി. എന്ത് സുഖമാണ്, സുഖമാണ്. ലെക്സ് തേച്ചിട്ട് ആരാ വെളുത്തത് നിങ്ങളോ? ഐശ്വര്യറായി വെളുത്തത് കാണോ അല്ലേ? അല്ലേ? ചന്ദ്രിക തേച്ചിട്ട് ആരോ പൈസ വെളുത്തത്? അമലാക്കോള വെളുത്തത്. ഈ വെളുത്തോ? ഇല്ല. ഇവിടെ എന്താ കമ്പനി പറഞ്ഞത്, ലെക്സും സോപ്പും മറ്റേതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ കമ്പനിയുടെ സോപ്പ് ഒന്ന് ഉപയോഗിച്ചോ. ഇന്ത്യയിൽ അവാർഡ് കിട്ടിയ ആയുർവേദത്തിന്റെ പേസ്റ്റാണ്, സോപ്പാണ്. ഉപയോഗിക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇത് ഉപയോഗിച്ചാൽ പൈസയും തരാന്ന്. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഈ ബിസിനസ് എത്ര പ്രയാസമുള്ളത്? ഇത്രയും സിമ്പിളാണ്. ഇത് നമ്മൾ ഉപയോഗിക്കാൻ, മറ്റൊരാളെ സജസ്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെ കയ്യിൽ നോക്കിയ മൊബൈലുള്ള ആൾക്കാർ കൈ നോക്കിയ ഉണ്ടായിരുന്ന ആൾക്കാർ, നോക്കിയന്റെ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാർ. ഓക്കെ, ഇപ്പൊ എത്ര ആൾക്കാരെ നോക്കിയ ഉണ്ട്? ആ 2 ആൾക്കാർ മാത്രമേ ഹാളുള്ളൂ അല്ലെ? 99% ആൾക്കാർ നോക്കിയ ഇല്ല, ആണോ അല്ലേ? നോക്കിയ തന്ന കയ്യിൽ സാംസങ്ങിനെ കയറ്റാൻ ഒപ്പോ, അതേപോലെ തന്നെ റെനോയെ, അതല്ലെങ്കിൽ ആപ്പിൾ മൊബൈലിനെ കയറ്റാൻ കാണിച്ച് മിടുക്കിനെ ബിസിനസ് എന്ന് വിളിക്കും, ആണോ അല്ലേ? എന്തായാലും നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കും. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്നത് നോക്കിയല്ല, സാംസങ് ആണ്, ഒപ്പോയാണ്, വിവോയാണ് എന്ന് ആര് പഠിപ്പിച്ചു? ആ കമ്പനി പഠിപ്പിച്ചു. അപ്പൊ അവർക്ക് അത് ബിസിനസ്സായി. ക്ലിയർ ആണോ അല്ലേ? അതേപോലെ നിങ്ങളെ നാട്ടിൽ കുളി നിർത്തൂല ആൾക്കാര്, അതേമാതിരി ലെക്സ് തേക്കും. അവരെ കൊണ്ട് നിങ്ങൾ എന്ത് തേൽപ്പിച്ചാൽ മതി? മാരകമായ വിഷാംശമുള്ള ലെക്സ് മാറ്റുമോളെ, നീ നല്ലത് എന്താ എഴുതി ചെയ്യും. ലെക്സിൽ വിഷമുണ്ടോ ഇല്ലെന്ന് നോക്കാൻ അതിന്റെ ബാക്കിൽ എഴുതിയ കണക്ക് പ്രകാരം നോക്ക്. ഇന്ന് മാർക്കറ്റിലെ 1000 ഉൽപ്പന്നങ്ങളിലൊക്കെ മാരക പ്രശ്നങ്ങളുണ്ട്. അത്ര കണ്ടിട്ട് പ്രയാസങ്ങൾ ഇല്ലാത്ത സാധനങ്ങളാകുന്നു ഉപയോഗിക്കുക. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. രണ്ടാമത്തെ എന്താണ്? ഈ നിങ്ങൾ ഉപയോഗിച്ച കാര്യം റിസൾട്ട് കിട്ടിയാൽ അടുത്ത ആളെ സജസ്റ്റ് ചെയ്യുക. അയാളെ സമയം നിങ്ങളുണ്ടാകും. ലോകത്ത് ഒരുപാട് സമയമുള്ളവനാണ് കോടീശ്വരൻ, ആണോ അല്ലേ? നിങ്ങൾക്ക് ഇന്ന് എത്ര ഉണ്ട്? ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂർ. അംബാനിക്ക് ഒരു ദിവസം എത്ര ഉണ്ട്? 24. അയാളെ താഴത്തുള്ള എല്ലാവരും മണിക്കൂർ അയാളാണ്. അതാണ് അയാൾ അംബാനി. ലോകത്ത് വിജയിച്ച മുഴുവൻ ആൾക്കാരും ആരാന്റെ സമയം വാങ്ങിയവരാണ്. കുറച്ച് ആൾക്കാരെ പേര് പറഞ്ഞാൽ നിങ്ങൾ. MA യൂസുഫ് അലി എത്ര ആൾക്കാരെ സമയം വാങ്ങിയത്? 63,000 ആൾക്കാര്. 63,000 പിന്നെ 24 മണിക്കൂർ. യൂസുഫ് അലി പോലീസ് എത്ര മണിക്കൂറായി നിങ്ങൾ ഇന്ത്യക്ക്? 10 മണിക്കൂർ വർക്ക് ചെയ്താൽ MA യൂസുഫ് അലി എന്ന് പറയുന്ന വ്യക്തിക്ക് 63,000 ആൾക്കാരെ 10 മണിക്കൂർ വെച്ചിട്ട് 6,30,000 മണിക്കൂർ. ഒരു ദിവസത്തെ യൂസുഫ് അലിന്റെ മണിക്കൂർ എത്രയാണ്? 6,30,000. നിങ്ങൾ ഒരു ദിവസം 10 മണിക്കൂർ വർക്ക് ചെയ്തോ, 40 കൊല്ലം വർക്ക് ചെയ്താൽ കിട്ടാൻ സാധ്യതയുള്ള ടോട്ടൽ നിങ്ങളുടെ 40 കൊല്ലത്തെ ജീവിതത്തിൽ കിട്ടാൻ സാധ്യതയുള്ള മണിക്കൂർ 1,20,000 മണിക്കൂർ. 10 മണിക്കൂർ പെർ ഡേ ഒരു ദിവസം ലീവ്. 40 കൊല്ലം നിങ്ങൾ വർക്ക് ചെയ്താൽ, ചോര നീരാക്കിയാൽ 40 കൊല്ലം നിങ്ങൾക്ക് കിട്ടുന്ന മണിക്കൂർ എത്രയാണ്? 1,00,000. യൂസുഫ് അലിക്ക് ഒരു ദിവസം കിട്ടുന്നതോ 6,50,000. അപ്പൊ നിങ്ങള് 40 കൊല്ലം ഉണ്ടാക്കുന്നത് യൂസുഫ് അലി അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കും. അത്രേ ഉള്ളൂ, വേറെ. മനസ്സിലായോ? മിസ്റ്റർ ധീരുഭായ് അംബാനിക്ക് റിലയൻസ് എന്ന പ്രൊജക്ട് ഉണ്ട്. മുകേഷ് അംബാനിയുടെ താഴെ 1,95,000 ആൾക്കാര്. എത്ര ആൾക്കാര്? 1,90,000 ഇൻറ്റു 10 മണിക്കൂർ 19 ലക്ഷത്തി സംതിങ് മണിക്കൂർ. അപ്പൊ നിങ്ങൾ 40 കൊല്ലം ഉണ്ടാക്കുന്നത് അംബാനിക്ക് ഉണ്ടാക്കാൻ ആകെ വേണ്ടത് 15 സെക്കൻഡ്. എത്ര വേണ്ടത്? മനസ്സിലായ? അംബാനി ആയത് എന്തുകൊണ്ടാണ്? അംബാനി സമയം വാങ്ങി. ആരാൻ്റെത്? നിങ്ങൾ ആരുടെ വാങ്ങിയത്? ഇല്ല. ഇത്രയും ആൾക്കാരെ സമയം എന്റേതാ, അതുകൊണ്ടാണ് ഞാൻ കോടികൾ അസറ്റ് ഇതിൽ ഉണ്ടാക്കിയത്. അത്രയുള്ള വ്യത്യാസം, വേറെ ഒന്നുമില്ല. നിങ്ങളെ സമയം ഞാൻ വാങ്ങി. നിങ്ങൾ എന്ത് ചെയ്യണം? സ്മൈലാവ്. ആരാണ് സമയം വാങ്ങും? എങ്ങനെ സമയം വാങ്ങല്? സാധനം പറഞ്ഞു കൊടുത്ത് ആ സമയം കിട്ടി. അത്രേ ഉള്ളൂ. നഷ്ടമുണ്ടോ? കേൾക്കണമെന്ന് നഷ്ടമുണ്ടോ? പറയണമെങ്കിൽ നഷ്ടമുണ്ടോ? ഒരു നഷ്ടമില്ല. അവിടെ പറഞ്ഞ ആധാരം കൊണ്ടുവന്ന് പറഞ്ഞോ? ഈ വലിയൊരു മല കൈക്കലിൽ താങ്ങണമെന്ന് പറഞ്ഞോ? ആരെന്താ പറഞ്ഞത്? മോനെ പേസ്റ്റ് ഒന്ന് മാറ്റിക്കോ, സോപ്പ് ഒന്ന് മാറ്റിക്കോ, നല്ല സാധനം ഉണ്ട് ആരോഗ്യത്തിനത്, ഇതെടുത്തോ, എന്നാ അവന്റെ സമയങ്ങൾക്കായി ഇത് പൈസ കിട്ടി. സിമ്പിൾ അല്ലേ കേസ്? മനസ്സിലായിട്ട് കൈയോഗിയാണ്. ഓക്കെ, താങ്ക് യു. അതുകൊണ്ട് ടൈം ഈസ് മണി. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പൈസ ഫുൾ എന്താണ്? സമയത്തെ ബേസ് ചെയ്താണ്. നിങ്ങൾ ചെയ്യാനുള്ളത് ഈ ബിസിനസിനെ മനസ്സിലാക്കുക. മനസ്സിലാക്കിയാൽ ചെയ്യുന്ന രൂപ, വരുമാനം കിട്ടുന്ന രൂപ ഞാൻ പറഞ്ഞുതരാം. കമ്പനി വരുമാനം കിട്ടുന്ന രൂപ ഇങ്ങനെയാണ്. ഇപ്പോ നിങ്ങളുടെ സ്ഥാനത്ത് ഞാൻ നിൽക്കുന്നു. ദിസ് ഈസ് ഇസ്മായിൽ. ഞാൻ ഉൽപ്പന്നങ്ങൾ വാങ്ങി
ആ ഉൽപ്പന്നം വാങ്ങിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആകുന്ന നാസർക്കയോട് പറഞ്ഞു, നാസർക്ക അടിപൊളി സാധനമാണ്, നല്ല സാധനമാണ്, ഉപയോഗിച്ചു നോക്കി. പേസ്റ്റ് ഉപയോഗിച്ചു, നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ അതിൽ വേറെ ക്യാപ്സൂൾ ഉപയോഗിച്ചു, എന്റെ മുട്ടുവേദനയ്ക്ക് നല്ല സമാധാനമുണ്ട്. ഞങ്ങളെ പാരമ്പര്യമായിട്ട് പ്രമേഹമുള്ള വ്യക്തിയായിരുന്നു, ഞാനും ഇത് കഴിച്ചപ്പോൾ എന്റെ പ്രമേഹം കുറച്ച് നല്ല റിപ്പോർട്ട് നോക്കിയപ്പോൾ നല്ല സാധനം കിട്ടി. നാസർക്ക പറഞ്ഞു, എനിക്കും പ്രമേയം ഇല്ലെങ്കിലും കുടുംബ പാരമ്പര്യത്തിന് പ്രഷർ ഉണ്ട്, അത് കാരണം എനിക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട്. മൂപ്പരും വാങ്ങി ഉപയോഗിച്ചു, നല്ല റിസൾട്ട്. അപ്പൊ നാസർക്ക താഴത്തുള്ള ആൾക്കാർ പറയും, ക്ലിയർ ആണോ അല്ലേ? ഞാനിത് വോയിസിനോട് പറഞ്ഞു, വോയിസും താഴത്തുള്ള ആൾക്കാരും പറയാൻ തുടങ്ങി. ഇങ്ങനെ കണ്ടവരിങ്ങനെ കുടുംബം പറഞ്ഞു പോയി നിൽക്കുന്ന സമയത്ത് ഓരോ വെള്ളിയാഴ്ചയും ബിസിനസ് ക്ലോസിംഗ് വീക്കാണ്. ഒരാഴ്ചയിലാണ് ഈ ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ വെള്ളിയാഴ്ച കമ്പനി നോക്കും എത്ര ബിസിനസ് നടന്നു, 2 ഓർഗനൈസേഷനിലും. അതിനൊരു ആനുപാതിക കണക്ക് വെച്ചിട്ട് ബുധനാഴ്ച ബാങ്ക് അക്കൗണ്ടിൽ പൈസ ചാടും. നല്ല ബുദ്ധിമുട്ടുള്ളതിന് ഇങ്ങനെ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ പരിചയപ്പെടുത്താൻ പറ്റിയാൽ അത്രയും ആൾക്കാരുടെ ബിസിനസ് ഒരാൾക്കായി മാറും. പക്ഷെ എനിക്ക് ആകെ ആദ്യത്തെ ആൾക്കാർ പറയേണ്ട ഉത്തരവാദിത്തമേ ഉള്ളൂ, ബാക്കി താഴത്തുള്ളത് പറഞ്ഞാലും മതി. ഇനി ഞാൻ തന്നെ കുറെ താഴത്തേക്ക് പറയാൻ ശ്രമിക്കാൻ പറ്റുമോ? പറ്റും. ഇനി തെളിവ് ഞാൻ ഇവിടെ വന്നത്, വീണ്ടും ഇങ്ങോട്ട് താഴത്തേക്ക് പറയണം. എന്റെ മേലെ ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങളൊക്കെ മുകളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടെല്ലാം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കേസാണ്. അതുകൊണ്ട് ഇത് കേൾക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ നിൽക്കുക. ഈ ഇൻകം പ്ലാൻ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. കാര്യം എന്താ, ഈ ബിസിനസ്സിനകത്ത് ഇത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടും. ഈ ഇൻകം പ്ലാൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് പൈസ കിട്ടും. ഏതുപോലെ കല്ല് ആകാശത്തേക്ക് അറിഞ്ഞാൽ താഴത്തേക്ക് വരുമല്ലേ? ആ തിയറിയുടെ പേരെന്താ? മേലേക്ക് എറിഞ്ഞാൽ താഴത്തേക്ക് വരുന്ന തിയറിയുടെ പേര് ഭൂഗുരുത്വാകർഷണ ബലം. കേട്ടുകണോ? ഗ്രാവിറ്റി കേട്ടുകണോ? ഇതാരെ കണ്ടുപിടിച്ചത്? ഏതോ ഒരു പഴൻ ആപ്പിളിന്റെ ചുവട്ട് പോയി നിന്ന് തലയ്ക്ക് നെടുന്തലയ്ക്ക് ആപ്പിള് വീണ്. അപ്പൊ ആപ്പിള് തിന്നാനല്ല നോക്കിയത്, ഓൺ ചെയ്തു, എന്തിനാ നിന്റെ തലയ്ക്ക് വീണത്, മേലെ കണ്ട് പോയിക്കൂടെ ഞാൻ ചിന്തിച്ചു. ആണോ അല്ലേ? കുരുത്തം കട്ട് ഏർപ്പാട്, ഇങ്ങനത്തെ ഓരോ ചിന്തകളാണ് നമ്മളെ പരീക്ഷയിൽ തോൽപ്പിച്ചത്. ആണോ അല്ലേ? മര്യാദക്ക് ആപ്പിള് നിന്ന് നീച്ചു വന്ന് നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ട് തന്നെയാണ് അല്ലേ? അവ ഇന്നാണ് ചിന്തിച്ചത്, എന്തിനാ ഈ ആപ്പിള് തലയ്ക്ക് വീണേണ്ട ആവശ്യമോ? അങ്ങനെയാണ് ഭൂമിയിലേക്കുള്ള ഗുരുത്വാകർഷണ ബലം മിസ്റ്റർ ഐസക് ന്യൂട്ടൺ കണ്ടെത്തിയത്. ആണോ അല്ലേ? കേൾക്കണോ അല്ലേ? അപ്പൊ ഈ ആപ്പിളിന്റെ തിയറി അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ നിയമം നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ മേലെ കറിഞ്ഞ കല്ല് താഴത്തേക്ക് വരൂലേ? അതേമാതിരി ഇത് ചെയ്താൽ മതി, പൈസ കിട്ടാനുള്ളത് കിട്ടുന്നത് ധാരണമൊന്നും നിർബന്ധമില്ല. മനസ്സിലായോ? നിങ്ങൾ ഈ പണി ചെയ്ത് പോയാൽ മതി. സിമ്പിൾ ആയിട്ട് ഇന്ന് ഈ ബിസിനസ്സിൽ വന്ന് 100 കണക്കിന് സക്സസ് ഉണ്ടാക്കിയ ആൾക്കാരുള്ളതാണ് ഇന്ന് ലോകത്ത്. നിങ്ങൾ ശരിക്കും ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാനുള്ള ഒറ്റ കാര്യം ഐഡിയസ്. ഒരുപാട് ലീഡർഷിപ്പിന്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ സമയമില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയട്ടെ, ഈ ബിസിനസിന്റെ പാർട്ടായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് 5 തരം വരുമാനം കിട്ടും. 5 തരം. ശരാശരി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഒരു മാസം എത്ര വരുമാനം കിട്ടുള്ളൂ? ഒരു വരുമാനം അല്ലെ? മാസത്തിന് എന്റെ ഒരു വരുമാനല്ലേ? ഗൾഫിലായാലും നാട്ടിലായാലും ഉണ്ടാവില്ല. പക്ഷെ ബിസിനസ്സിനൊക്കെ എത്ര തരും വരുമാനം? 5 വട്ടം വരുമാനം തരും. ഒന്ന് 4 ആഴ്ചയിൽ, മറ്റൊന്ന് മന്തിന്റെ അവസാനം, വേറെ 5ാമത്തെ ബോണസ്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഒരാഴ്ച നിങ്ങൾക്ക് 1000 കിട്ടിയാൽ മാസം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു 10,000 5,000 ആയില്ലേ? അല്ല, ഒരാഴ്ച നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും 5000 കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ ഒരു മാസം തീരുമ്പോൾ 25,000 ആയില്ലേ? അതല്ല, എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് 10,000 കിട്ടിയാൽ ഒരു മാസം തീരുമ്പോൾ 5 വട്ടം കൂട്ടിയിട്ട് എന്തായി? 50,000 ആയില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിച്ചൂടെ? മറ്റേ ഒരു മാസത്തിൽ മാത്രം പൈസ കിട്ടുമ്പോ എന്താണ് മീൻകാരനോട് പറയും, കുഞ്ഞിക്കാരന് പൈസ അയച്ചിട്ടില്ല, താത്ത പൈസ അയക്കാന്ന് പറയുന്ന അറബി കൊടുത്തിട്ടില്ല. അങ്ങനെ മീൻകാരൻ പറഞ്ഞു, മേലാൾക്ക് താത്ത മീനിനോട് ചോദിച്ചിരുന്നിട്ടോ. അങ്ങനെ ഒരു മാസം കരണ്ട് ബില്ല് തെറ്റി, മീനിന്റെ ബില്ല് തെറ്റി, പച്ചക്കറി ബില്ല് തെറ്റി, പ്രശ്നം കിടക്കുകയാണ്. ആണോ അല്ലേ? എല്ലാ ആഴ്ചയും പൈസ തരാണെങ്കിലോ നല്ലതാണോ അല്ലേ? എല്ലാ ബുധനാഴ്ചയും ബാങ്കിൽ ക്ലീൻ എന്ന് ചാടും. ഇത് രസാറിയോ? അങ്ങനെ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം, നിങ്ങളെ ഇഷ്ടമാണ്. എത്ര വേണമെങ്കിലും അത് ഉണ്ടാക്കിയ തെളിവാണ് ഞങ്ങൾ മലപ്പുറത്ത് ഒരു എന്താ പറയാ മിസ് ആയിഷ മേഡം. നല്ല കൈകൊടുക്കുക. ഒരു സാധാ വീട്ടമ്മയാണ്. മഞ്ചേരി എന്ന സ്ഥലത്ത് ചെറുകോട് പഞ്ചായത്തിൽ ജസ്റ്റ് പോയി അന്വേഷിക്കാൻ ഈ അഡ്രസ് അടക്കം പറഞ്ഞത് കേട്ടോ. ഇത് റെക്കോർഡിംഗ് ആണ്, യൂട്യൂബിൽ ഉണ്ടാവും എന്റെ ക്ലാസ്. ഈ ക്ലാസ് ഇത്ര ധൈര്യമായിട്ട് പറഞ്ഞത് ഈ താത്ത ജീവനോടൊന്നും ഉണ്ട്, ഈ കാര്യം നടന്നതാണ്, നാട്ടിലേക്ക് മൊത്തമാണ്. ഒരു സാധാ അടുക്കളക്കാരത്തിയായി പിറന്ന ഒരു കൊച്ചുകൂരയിലെ ഒരു വീട്ടമ്മ, 10-50 വയസ്സോടെ എത്തി നിൽക്കുന്ന വീട്ടമ്മക്ക് എന്തുണ്ട് ബിസിനസ്സിലെ എക്സ്പീരിയൻസ്? ഇന്ന് കോടികളെ ബിസിനസ് ഉണ്ടാക്കി ആഴ്ച വരുമാനം 2 ലക്ഷം. ആഴ്ച ഒരു സാധാ നമ്മളെ ഇതിന്റെ ടൈലർ മെഷീനിൽ ജീവിതം മുന്തിത്തള്ളിയ ഒരു താത്തക്ക് ആഴ്ച വരുമാനം 2 ലക്ഷം കൊടുത്ത കമ്പനിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ. ഈ സ്ഥലത്ത് നിങ്ങളുടെ പേരും ഫോട്ടോയും വരും. ഫോട്ടോ സൂട്ടും കണ്ടങ്ങൾ വിചാരിച്ചും ഇപ്പൊ നേരെ എന്ത് പാസ്, ഡോക്ടറേറ്റ് പാസ് അല്ല. നിങ്ങളെ പോലെ സാരി കിട്ടിയ ഒരു മൂലക്കൽ ആരോടും ഉണ്ടാതെ വന്നിരുന്ന താത്തയാണ്. പക്ഷെ ഇന്ന് പൈസ കിട്ടിയപ്പോൾ ഉഷാറായി വർത്താനൊക്കെ പറയും. ഇതേപോലെയാണ് ഒരു പാപം സുഹൃത്ത്, നല്ല വലിയ വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാനുള്ള പ്രൊഫഷനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ജോലികളും
ഒരു പക്ഷേ മിനിറ്റുകൾക്കും മണിക്കൂറുകൾക്കും 10,000 വാരാൻ പറ്റുന്ന പ്രൊഫഷൻ കയ്യിലുണ്ടായിട്ടും അത് വലിച്ചെറിഞ്ഞു വന്നു ഈ ബിസിനസ്സിലെ NTC റാങ്കിൽ നാഷണൽ ടീം അങ്ങനെ ഇട്ടതാണ് ആ വണ്ടി കാണുന്ന സാധനമൊക്കെ. 3 ലക്ഷറി കാറുകൾ ഹാൻഡിൽ ചെയ്യാൻ ദൈവം സഹായിച്ചു. ഇന്ന് വന്നിരിക്കുന്നത് താഴ്ത്തു നോക്കിയാൽ ഈ കാണുന്ന 16 ലക്ഷത്തിന്റെ ഉണ്ടായിട്ട് ഒരു കിടിവ് സാധനത്തിലാണ് വന്നത് കാണാൻ പറ്റും. ഈ വണ്ടിയിലാണ് ഞാൻ ടീച്ചറും ട്രെയിനറായിട്ട് സമയത്ത് ഈ സാധനം ഉരുട്ടണ സാധനമായിരുന്നു. ഇതേപോലുള്ള ഒരു കഥയാണ് ഈ നിൽക്കുന്ന കഥയും. ഇതും നിങ്ങൾ ആലോചിച്ച് നോക്ക്. പത്രത്തിൽ കാണുന്ന അനൂപിന്റെയും മനീഷിന്റെയും കഥ. ജപ്തി നോട്ടീസ് വന്നിട്ട് കുടുംബം മുഴുവൻ നടുറോട്ടിലേക്ക് ഇറങ്ങി ഈ ബിസിനസിനെ ആത്മാർത്ഥമായിട്ട് ചെയ്തു. ഇന്ന് ആ നിൽക്കുന്ന കുടുംബം ജപ്തി നോട്ടീസിന്റെ പുറത്തിറങ്ങി ആ കുടുംബത്തിന്റെ ആ വീട്ടിലേക്ക് ഇന്ന് കമ്പനി അയച്ചു കൊടുക്കുന്ന ഓരോ മാസം 35-40 ലക്ഷം രൂപയാണ്. ആലോചിച്ച് നോക്കുക. അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് നിങ്ങൾ പറഞ്ഞിട്ടാണ് 2013-14 സമയത്ത് തുടങ്ങിയ ഒരു കമ്പനി ആത്മാർത്ഥമായിട്ട് സ്വീകരിച്ചു. നടുറോട്ടിലേക്ക് ജപ്തി നോട്ടീസുമായി ഇറങ്ങി അതേ കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് 30-40 ലക്ഷം പൈസ ഒരുക്കുന്ന എന്ത് പ്രൊജക്റ്റാണ് നിങ്ങളെ കൈക്കുള്ളത്? വിത്തിൻ 10 ഇയറിനകത്ത് 10 വർഷം നിങ്ങൾ ഏത് പ്രൊജക്ട് ചെയ്ത് നിങ്ങളെ മന്ത്ലി ഇൻകം 10 ലക്ഷം പറ. ആ പ്രൊജക്ട് ഞങ്ങൾ കേട്ടത് ആത്മാർത്ഥത്തിൽ മനസ്സിലാക്കി. ഈ അനൂപിന്റെ അനീഷിന്റെ വാഹനങ്ങൾ സിസ്റ്റങ്ങളുടെ ജീവിതം ഇത് എന്റെ വകയിലുള്ള സംസാരമല്ല, പത്രമാധ്യമങ്ങളിലെ സംസാരമാണ്. അതുകൊണ്ട് ഞങ്ങൾ തെളിവ് വെച്ച് സംസാരിക്കുന്നത്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി വലിയ ജോലി ഉള്ള മനുഷ്യനാണ്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ്. ജോലി രാജി കൊടുത്തു. ഇന്ന് വലിയ വലിയ വാഹനത്തിൽ സഞ്ചരിക്കുന്ന മിസ്റ്റർ മനോജ് കുമാർ. ഇതാണ് വടാനുള്ള ലെജൻഡറി പേഴ്സൺ മിസ്റ്റർ മുബീൻ മുഹമ്മദ്. എന്നെ പറ്റി പറയാൻ എനിക്ക് ഇനി വാക്കുകൾ ഉണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് സ്പെല്ലിങ് പോകും. ഈ മനുഷ്യൻ ഞാൻ എന്റെ വീട്ടിലുണ്ടായിരുന്നു ഫുള്ളായിട്ട്. അദ്ദേഹത്തിന്റെ ഈ വലിയൊരു സാധനത്തിലാണ് വന്നത്. ഈ സാധനത്തിൽ ഈ വലിയൊരു കാരവാൻ എന്നും അമ്മായിമ്മയൊക്കെ ചോദിക്കും, ഉമ്മയും പെങ്ങന്മാരും എല്ലാരും ചോദിക്കും, എന്താ കാരവാൻ കാരവാൻ. മുബീൻ സാർ വന്ന സമയത്ത് ആ വണ്ടി നിർത്തിയെന്ന് നാട്ടുകാര് മുഴുവൻ വന്നിട്ട് എന്തോ സാധനം പോലത്തെ വലിയൊരു സാധനം. 2 ബെഡ്റൂമും ബാത്റൂമും കിച്ചണും. ആ ബസ് കണ്ട വലിയ കൊട്ടാരം. അതിനാ വന്നത്. ഒരാൾ മാത്രമല്ല, അയാൾ കിടന്നുറങ്ങി ഇങ്ങനെ പോയിട്ടാണ്. മനസ്സിലായോ? വന്നത് അത് വന്നറട്ടിന്ന് വോയിസും എല്ലാവരും തന്നെ കുറെ വീഡിയോസ് ഒക്കെ എടുത്തത്. അവരോട് ചോദിച്ചാൽ മതി. അവരെ കണ്ട് കുറെ വീഡിയോസ് ഒക്കെ ആൾക്കാരെ നാട്ടിലേക്ക് ചോദിച്ചിട്ട് എന്താ സംഭവം. ഞാൻ പറഞ്ഞു, ഒരു സാധു മനുഷ്യനാണ്. ചങ്ങനാശ്ശേരിയിൽ സാധാ ഓട്ടോ ഡ്രൈവറും സപ്ലയറൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത മനുഷ്യനാണ്. മൈലവിശ്ശേരി 10 കൊല്ലം 12 കൊല്ലം ചെയ്തു. ഇപ്പൊ മാസം 1.5 കോടി വരുമാനം. അങ്ങനത്തെ ഒരു സാധു മനുഷ്യനാന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്താ പറയാ, മനസ്സിലായോ? ആ ബിസിനസ്സായി ബിസിനസ്. അതുകൊണ്ട് ഞാൻ സീരിയസ്ലി പറഞ്ഞത്, നിങ്ങളെ കയ്യിൽ കിട്ടിയ സാധനം ചെറുതല്ല. പഠിക്കാൻ തയ്യാറായിക്കോ. ഇങ്ങനെയുള്ള ഓരോ മാറ്റങ്ങളാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ജീവിതത്തിൽ ഇതിനേക്കാൾ നല്ല ഓഫർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലേ? നിങ്ങൾ മനസ്സിലാക്കുക. 2025 ഈ വിപ്ലവത്തെ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കോടിപതികൾ ഉണ്ടാക്കുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. 18 മില്യൺ യുവാക്കൾ 2025. അതായത് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഇന്ന് ഞാൻ വെക്കുന്ന സ്റ്റാറ്റസ് കാണുമ്പോ എന്റെ വിദ്യാർത്ഥികൾ PhD കഴിഞ്ഞ MBBS ഡോക്ടർമാരായി നിൽക്കുന്ന വലിയ വലിയ പ്രൊഫൈലുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ എന്റെ ടീമിൽ അടുത്ത കാലത്ത് മന്ത്ലി ഇൻകം 5 ലക്ഷം ദുബായിൽ വാങ്ങുന്ന ആളുകൾ, ഇങ്ങനെ തുടങ്ങി ഹൈ പ്രൊഫൈൽ ആളുകൾ ജോലി രാജി കൊടുത്ത് എന്റെ കൂടെ ബിസിനസ് ചെയ്യാൻ വന്നിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതാണ് ഈ ബിസിനസിന്റെ പവർ. മന്ത്ലി ലക്ഷങ്ങൾ വരുമാനങ്ങൾ വിദേശത്ത് വാങ്ങിയ മനുഷ്യൻ അവിടെ രാജി കൊടുത്തിട്ടാ വേണ്ടത്. ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ ഒരു IAS ഓഫീസർ വലിയ ഉന്നത റാങ്കിൽ നിന്ന് തന്റെ ജോലി രാജി കൊടുത്തിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് രാജി കൊടുത്തു വന്നു കളക്ടർ. നിങ്ങളറിയോ ആ പ്രൊജക്ടിന്റെ പേര് നിങ്ങൾ കേട്ടത്? അതുകൊണ്ട് ചെറുതായിട്ട് കാണല്ലേ. അതിനോളം വരില്ല ഇവിടേക്ക് ഒറ്റ കുട്ടിയുടെ വിദ്യാഭ്യാസവും. ഒരു IAS റാങ്ക് ലിസ്റ്റിലെ ഉന്നത പദവിയിലെ മനുഷ്യൻ ആ ജോലി രാജി കൊടുത്തിട്ട് CMന്റെ കൈകൾ, ചീഫ് മിനിസ്റ്ററുടെ കൈകൾ രാജി കൊടുത്തിട്ട് അദ്ദേഹം ചൂസ് ചെയ്ത ഇൻഡസ്ട്രിയുടെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതുകൊണ്ട് വെരി പവർഫുൾ ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് 18 മില്യൺ യുവാക്കൾ. ഇത് ഇന്ത്യ റിപ്പോർട്ടല്ല, ഫിക്കിയുടെ KPMG റിപ്പോർട്ടാണ്. 2025 18 മില്യൺ യുവാക്കൾ, 1,80,00,000 അഭ്യസ്ത വിദ്യരാകുന്ന വ്യക്തികള്. ഇനി PG ചെയ്യാനല്ല പോകല്, ഡോക്ടറേറ്റ് ചെയ്യാനല്ല പോകല്, അഭ്യസ്ത വിദ്യ ടീച്ചിങ്ങിനല്ല, ട്രെയിനിങ്ങിനല്ല, മെക്കും ടെക്കും എഞ്ചിനീയറിംഗിനല്ല പോകുന്നത്. കോടാനുകോടി യുവാക്കൾ ഈ സ്കൂളിൽ നിന്ന് നേരിട്ട് പോകുന്ന ജോലിയുടെ പേര്, പ്രൊജക്ടിന്റെ പേര് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. നിങ്ങൾ തിരിച്ചറിയുക. ആ സമയത്ത് സാറന്ന് ചങ്കുപൊട്ടി നല്ല ഡയലോഗ് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ തീക്കൂടെ കേട്ട് തീക്കൂടെ വിട്ടാൽ ലൈഫും അങ്ങനെ തീക്കൂടെ കേട്ട് ഞാൻ വിടാം, അറിയുള്ളൂ.
അതെല്ലാം ഹൃദയത്തിൽ കൊണ്ട് നിങ്ങൾ ഒരു അടി വെക്കാൻ റെഡി ഉണ്ടെങ്കിൽ ഈ ഇറങ്ങിപ്പോ നിങ്ങളെ നാട്ടിലെ അഭ്യസ്തവിദ്യരാകുന്ന പ്രൊഫഷണൽസ് നിങ്ങളെ കൂടെ ഉണ്ടാകും. റെഡിയാണോ നിങ്ങളെ? റെഡി? അങ്ങനെയെങ്കിൽ മന്ത്രിയുടെ പ്രഖ്യാപനം നടന്ന വലിയൊരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ എല്ലാവരും പോയിരുന്നു. ആ പ്രോഗ്രാം വന്നാൽക്കായിരുന്നു കൈയൊട്ടിക്കാണേ. ഇവരൊക്കെ വന്നതാണ് മന്ത്രിയുടെ ഔദ്യോഗിക പ്രോഗ്രാം കണ്ടതാണ്. ഷോക്ക് വന്നിന്ന് മുപ്പത് നാട്ടിൽ ആദ്യം തിരിച്ചു പോയത് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിക്കാണ്ടാണ്. തിരുവനന്തപുരം രണ്ടാമതൊന്നും കൂടി കാണിച്ചു കൊടുത്തത്. മനസ്സിലായോ? പത്മനാഭന്റെ മണ്ണിലേക്ക് ഒരിക്കൽ കൂടി ഷോക്കശായും കൂടെ ഞങ്ങൾ യാത്രയായി. ഞാൻ പറയുന്ന വേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ 5000 അതല്ലെങ്കിൽ 3000 ആൾക്കാരുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച മന്ത്രിസഭ വിറച്ചുപോയി. 25,000-ലധികം ആളുകൾ അണിനിരുന്ന കേരളം കണ്ട ഞെട്ടിപ്പിക്കുന്ന ഫംഗ്ഷനായിട്ട് മന്ത്രിയുടെ പ്രഖ്യാപന ദിവസം മാറി. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മോണിറ്റൈസേഷന്റെ പ്രഖ്യാപനം നടന്നത്. മന്ത്രി തരിച്ചുപോയി. എത്ര മണിക്കൂറാ വെയിലത്ത് നിന്നത് നിങ്ങൾ പറയും അല്ലേ? ഞങ്ങൾ പോയത് ഉച്ചയ്ക്ക് 1 മണിക്ക് വരിക്കാനിക്കാനാ. ആദ്യ നൃത്തം മൂത്രയിക്കാൻ പോലും പോകാതെ ചുട്ടുകൊള്ളുന്ന വെയിലും കൊണ്ട് രാത്രി 8-9 മണി വരെ ഇവിടെ നിന്നു. ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഇത് നിങ്ങൾ ചെറിയ കളിയായിട്ട് കാണല്ലേ? കൊണ്ട വേദി ഞങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല. ആ നിൽക്കുന്ന മണിക്കൂർ ഇസ്മായിൽ വേറെ കമ്പനി കൊടുത്ത അതിന്റെ മണിക്കൂറിന് പൈസ വേറെയാണ്. അറിഞ്ഞു പോയതാ ഇത് വേറെ കളിയാണ്. അതുകൊണ്ട് ഞാൻ സീരിയസ്ലി പറയുന്നത് കേട്ട കാര്യം ചെറുതല്ല. ഈ ഒരു ഫംഗ്ഷൻ ഞങ്ങൾ പോയി. 11,000-ഓളം വരുന്ന വിജയത്തിന്റെ മാലപ്പട്ടൊക്കെ പൊട്ടിയ വേറൊരു ഫംഗ്ഷൻ നടന്നു മൈലേഷ്യന്റെ. ഇന്ന് ആൾക്കാർ കൂടുന്നത് ഈ ഹാളിൽ ഇങ്ങനത്തെ ഒരു ആട്ടാണെന്ന് വിചാരിക്കല്ലേ? നിങ്ങൾ വന്ന് കാണും മൈലൈഫിന്റെ ഹാള്. 10,000-ങ്ങളും 20,000-ങ്ങളും 50,000-ങ്ങളും കോടികൾ അസറ്റ് വാങ്ങിയ ആൾക്കാർ ഒരുമിച്ച് കൂടി ഒരു സദസ്സാണ് ഇത്. ഇത് നടന്നത് നമ്മുടെ അങ്കമാലി അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിലാണ്. പ്രോഗ്രാമിൽ പോയ ആൾക്കാർ കൈവയ്ക്കുകയാണ്. നല്ലൊരു കൈയടി ഒരുക്കി കൊടുക്കുക. അവർക്ക് കണ്ടതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, പുതുമക്കാരായ ആൾക്കാരോട് പറഞ്ഞത്, കളി വേറെയാണോ? അവർക്ക് പറയാൻ ഒരുപാടുണ്ട്. ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. ഒരു ഉറച്ച തീരുമാനം. ജീവിതത്തിലെ എല്ലാ വിജയത്തിന്റെയും തുടക്കം തീരുമാനത്തിൽ നിന്നാണ്. ആണോ അല്ലേ? ആ തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധ്യമാകട്ടെ. വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. എൻജോയ് ദ പാസീവ് ഇൻകം. ഈ ചിത്രം നോക്കി ക്ലാസ് അവസാനിക്കുക. ഇന്ന് നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ട്. ഉണ്ടോ ഇല്ലേ? വീട് നിങ്ങളെ തലയിലാണ്, കാർ ലോൺ നിങ്ങളെ തലയിലാണ്, മോളെ കെട്ടിക്കാനുള്ള ബാധ്യത തലയിലാണ്, പെണ്ണിനെ നോക്കണം, കുട്ടിനെ നോക്കണം. ഈ മനുഷ്യൻ ഒരു കാലത്ത് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ഇത് നിങ്ങളെ ഫോട്ടാന്നാണ് വിചാരിച്ചാലേ ഇത് നിങ്ങളെ താങ്ങി നടക്കായിരുന്നു. ഇനിയും അങ്ങനെ താങ്ങാൻ ആരോഗ്യം നിങ്ങൾക്ക് ബാക്കിയുണ്ടോ? ഇല്ലേ? മാറി ചിന്തിച്ചോ. കഴുത്തൊടിയാൻ സമയമായിട്ടുണ്ട്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി, നിങ്ങളെ കുടുംബപാതി നിങ്ങളെ തലയിലാണ്. ആണോ അല്ലേ? ക്ലിയർ ആണോ അല്ലേ? ഇതിനി താങ്ങാൻ എത്ര കപ്പാസിറ്റി ഉണ്ട്? അതുകൊണ്ട് ഒരു ഉറച്ച തീരുമാനത്താൽ ഈ ഭാരം ഇറക്കി വെക്കാൻ ഞങ്ങൾ സഹായിക്കും. റെഡിയാണോ നിങ്ങള്? അതുകൊണ്ട് നിങ്ങൾ ഉറച്ച തീരുമാനം എടുക്കുക. ഈ ഫോട്ടോ നിങ്ങളെ മക്കളെ കല്യാണത്തിന് ഉപകാരപ്പെടുമാനങ്ങൾ തേച്ചുകൊള്ളി. എന്താണ് ഈ ഫോട്ടോത്തിൽ പറയുന്നത്? ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണിത്. എന്താ വായിച്ചാണ്? വരന്റെ സിബിൽ സ്കോർ മോശം. വിവാഹത്തിൽ നിന്ന് പിൻവാങ്ങി. വധുവിന്റെ വീട്ടുകാർ പണ്ട് ഇനി എന്ത് ചോദിച്ചത്? മോളെന്താ പഠിച്ചത്? മോനെന്താ പഠിച്ചത്? മോള് 10ാം ക്ലാസ് മദ്രസ പാസ്സായിക്കണോ, സ്കൂൾ പാസ്സായിക്കണോ ചോദ്യം എന്തേനെ പണ്ടാണ്. ഇന്ന് അതല്ല. മോള് നേരെ ചോദിക്കും, മോനെ എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽ പറയും, സിവിൽ സ്കോർ നോക്കട്ടെ. 790 ആണോ 600 ആണോ അതല്ല 750 ആണോ? ഇത് എവിടെ നോക്കാം? മൊബൈൽ ആപ്പിൽ നോക്കാം. നോക്കിക്കൂടെ? അത് കണ്ടാൽ ഈ മോൾക്ക് മനസ്സിലാവും, ഫ്രോഡാണ് ഇവൻ വന്നത്. ഡ്രസ്സും വണ്ടി ഫുള്ള് വാടകയാണ്. ഇവന്റെ സ്റ്റാറ്റസ്, ബാങ്ക് സ്റ്റാറ്റസില് ഇവൻ 10 വട്ടം ലോൺ എടുത്തുകണ്, 20 വട്ടം തെറ്റിച്ചിക്കണ്, 2 വട്ടം ബാങ്ക് ലോണില് ജപ്തി നോട്ടീസ് വന്നോ മനസ്സിലാകുന്നത് ആർക്ക് തിരിയും? ഈ കെട്ടിയോൾക്ക് തിരിയും. ഇത് തിരിച്ച് അങ്ങോട്ടും തിരിയും. ഞാൻ പറഞ്ഞ സ്ഥാനം ഓടിയ ആ മോള് ഭയങ്കര സുന്ദരിയാന്നല്ല. ഈ ചെക്കന്റെ വാപ്പി നോക്കും, അച്ഛനെ നോക്കും, മോളെ വാപ്പാന്റെ അച്ഛന്റെ സിബിൽ സ്കോർ നോക്കും. ഇത് നോക്കിയിട്ട് അപ്പൊ കല്യാണം വരുന്നത്. ആ സമയത്ത് നിങ്ങളെ മക്കൾക്കും, നിങ്ങളുടെ ആണായാലും പെണ്ണായാലും മക്കൾക്കും നല്ലൊരു സ്റ്റാറ്റസ് ബാങ്കിൽ ഇല്ലെങ്കിൽ, പൈസ സഞ്ചരിക്കുന്ന നല്ലൊരു ബാങ്ക് ഡീറ്റെയിൽ ഇല്ലെങ്കിൽ, നമ്മൾ മറ്റെന്തല്ല നോക്കുന്നത്? ജാതകം എന്ന് നോക്കുന്ന സാധനം നോക്കൂലേ? ഇന്ന് ജാതകമല്ല നോക്കണത്, ഇന്ന് സിവിൽ സ്കോറാണ് നോക്കുന്നത്. ആലോചിച്ചും കണ്ടും കളിച്ചോളി. അതുകൊണ്ട് നിങ്ങൾക്ക് ജോലിയിലൂടെ സാലറി ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ വെൽത്ത് ഉണ്ടാക്കാൻ ബിസിനസ്സിലേ പറ്റുള്ളൂ. ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധ്യമാകട്ടെ. ജീവിതത്തിൽ ഞങ്ങളൊക്കെ ഒരു തീരുമാനം എടുത്തതാണ്. ആ തീരുമാനമാണ് എന്റെ ലൈഫിന്റെ പിക്ചർ മാറ്റിയത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ഉറച്ച തീരുമാനം എടുക്കാനും ഇതുപോലെയുള്ള ഒരു വിജയത്തിന്റെ കഥ പറയാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇവിടെ നിങ്ങളുടെ 100 കണക്കിന് ആളുകൾ വിജയിച്ചവർ വന്നിട്ടുണ്ട്. അവർക്കുള്ള മൊമെന്റോ പ്രകാശം ബാക്കി നിൽക്കുന്നുണ്ട്. ഇത് സംഘടിപ്പിച്ച ആളുകൾ നല്ലൊരു കയ്യിൽ കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഈ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നതാണ്. ആ ഒരു 10-15 മിനിറ്റ് കൂടെ നിങ്ങൾ നിർണായകമായി നിന്നുകൊണ്ട് വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച്, വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗോഡ് ആൻഡ് താങ്ക് യു ഓൾ ഓഫ് യു.